ഇത് കേൾക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാലയിലെ സെന്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് നടത്തുന്ന ഈ ഇന്റർനാഷണൽ സെമിനാറിൽ ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ ഭാഗ്യമുണ്ടായത് ഒരു വലിയ അംഗീകാരമായി ഞാൻ കണക്കാക്കുകയാണ്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച സർവാദരണീയനായ പണ്ഡിതനായ ശ്രീ അജയ് ശേഖർ സാറിനോടുള്ള എൻ്റെ കടപ്പാടും കൃതജ്ഞതയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ പ്രഭാഷണത്തിൻ്റെ ടോപ്പിക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ ബൗദ്ധ ധമ്മത്തെ ആശയപരമായി എങ്ങനെ തമസ്കരിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അത് തുടച്ചു നീക്കി എന്നുള്ളതാണ്. ആശയപരമായി എന്നുള്ളതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ സാധാരണയായി പറയുന്ന ഒരു വാചകമാണ് ബുദ്ധധമ്മത്തെ ഇന്ത്യയിൽ നശിപ്പിച്ചു, അത് കുറെ ആക്രമണകാരികൾ വന്ന് പല വിഹാരങ്ങൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ നളന്ദ പോലെയുള്ള, അല്ലെങ്കിൽ തക്ഷശില പോലെയുള്ള, അല്ലെങ്കിൽ വിക്രമശില പോലെയുള്ള വിഹാരങ്ങൾ നശിപ്പിച്ചു, അങ്ങനെ ബുദ്ധമതം നശിച്ചു, അല്ലെങ്കിൽ ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കി കാണിച്ചു, അങ്ങനെ ബുദ്ധമതം നശിച്ചു എന്നൊക്കെ നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. വിഷ്ണുവിന്റെ അവതാരമാക്കി എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം സാധാരണഗതി പറയാറുള്ളതെല്ലാം ഭൗതികമായ നശിപ്പിക്കലാണ്, അല്ലെങ്കിൽ ഭൗതികമായി അതിനെ ഇല്ലാതാക്കിയ പ്രോസസ്സുകളാണ്. പക്ഷേ ആശയപരമായി നശിപ്പിച്ചു എന്നുള്ളിടത്താണ് നമ്മൾ അധികം ശ്രദ്ധ പതിപ്പിക്കാതെ പോയിട്ടുള്ളത്. ശരിയാണ്, ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമാക്കിയതോടുകൂടി ഒരു വലിയ അളവിൽ ബുദ്ധനെ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ കാരണമായിട്ടുള്ള ഒട്ടേറെ ആശയപരമായ അട്ടിമറികൾ ധമ്മത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതൊരു വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഒട്ടേറെ സംഭവ വികാസങ്ങളിലൂടെയാണ് ആശയപരമായ നശീകരണം, അല്ലെങ്കിൽ ആശയപരമായ തമസ്കരണം, അല്ലെങ്കിൽ തുടച്ചു നീക്കൽ നടന്നിട്ടുള്ളത്. അല്ലാതെ ആശയത്തെ തോൽപ്പിച്ചിട്ടല്ല, ആശയത്തെ ഒന്നുകിൽ തെറ്റായി വ്യാഖ്യാനിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ അത് ആളുകളിൽ നിന്ന് അകറ്റിയോ, അല്ലെങ്കിൽ വേറെ ചില ആശയങ്ങൾ അതിൽ കൊണ്ടുവന്ന് ആദ്യത്തെ ആശയത്തെ തമസ്കരിച്ചോ ഒക്കെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊരു വളരെ വലിയ ഒരു ടോപ്പിക് ആയതുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെ ഒന്ന് പരാമർശിച്ചു പോകാമെന്നാണ് ഇവിടെ കരുതുന്നത്. ഏതാണ്ട് നമ്മൾ ചില കുത്തുകൾ യോജിപ്പിക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയ. അതിലെ ഓരോ കുത്തുകളോ അല്ലെങ്കിൽ ഓരോ സംഭവ വികാസങ്ങളെ പറ്റി കൂടുതലായി പഠിക്കുകയോ അതിനെപ്പറ്റി മനസ്സിലാക്കുകയോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശദമായി പിന്നെ ഒരു റിസർച്ചിന് വേണ്ടി അതിനു വേണ്ടിയിട്ട് മുൻപോട്ട് പോവുകയോ ഒക്കെ ഓരോരുത്തർക്കും അവരവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ടോട്ടൽ ഫ്രെയിംവർക്കാണ് പറഞ്ഞു വരുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറേയേറെ ഗ്രന്ഥങ്ങളെ ഞാൻ അവലംബിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാബാ സാഹിബിന്റെ ബുദ്ധ ആൻഡ് ധമ്മ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബുക്കാണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ബൗദ്ധ ചരിത്രകാരന്മാരിൽ, അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ, അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതന്മാരിൽ ഏറ്റവും സർവശ്രേഷ്ഠനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സിംഗ് എഴുതിയ ഒരു ബുക്കുണ്ട്, ഖോയേ ഹുവേ ബുദ്ധ കി ഖോജ്, അതായത് നഷ്ടപ്പെട്ടു പോയ ബൗദ്ധരെ പറ്റിയുള്ള അന്വേഷണം. അതുപോലെ IAS ഉദ്യോഗസ്ഥനായിരുന്ന
കേന്ദ്ര ഗവൺമെന്റിലെ സെക്രട്ടറി ആയിരുന്ന എസ് കെ ബിശ്വാസ് അദ്ദേഹത്തിന്റെ ബുദ്ധിസം ദ റിലീജിയൻ ഓഫ് മോഹൻജദാരോ ആൻഡ് ഹാരപ്പ സിറ്റീസ് എന്ന് പറയുന്ന ബുക്ക്, അതായത് മോഹൻജദാരോ ഹാരപ്പ സിറ്റീസിലെ അവിടുത്തെ നിലനിന്നിരുന്ന ദർശനം അല്ലെങ്കിൽ അവിടുത്തെ റിലിജിയൻ ബുദ്ധിസമായിരുന്നു എന്ന് സമർത്ഥിക്കുന്ന, അല്ലെങ്കിൽ എന്ന് തെളിവുകളോടുകൂടി തന്നെ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു വലിയ ഗ്രന്ഥമുണ്ട് അത്. പിന്നെ ഈ ധമ്മ എന്ന് പറയുന്ന അതിൻ്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്, അല്ലെങ്കിൽ അഷ്ടാംഗ മാർഗം എന്ന് നമ്മൾ പറയുന്ന, അതിനെ നമ്മൾ സാധാരണഗതിയിൽ കൊളോക്കിയലായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് വിപാസന. അപ്പോൾ ആ അഷ്ടാംഗ മാർഗത്തിൻ്റെ സ്റ്റെപ്പുകളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പർപ്പസുകളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഈ ഒരു ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അത് വില്യം ഹാർട്ട് എസ് എൻ ഗോയങ്കയുമായിട്ട് നടത്തിയ അഭിമുഖങ്ങളെ സംഗ്രഹിച്ച് ആർട്ട് ഓഫ് ലിവിങ് വിപാസന മെഡിറ്റേഷൻ എന്ന് പറയുന്ന ബുക്ക്. പിന്നെ H.W. ഷൂമാൻ്റെ ദ ഹിസ്റ്റോറിക്കൽ ബുദ്ധ, അതുപോലെ DC അഹിറിൻ്റെ ബുദ്ധിസം ഇൻ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സിംഗിന്റെ തന്നെ പ്രാചീന ഭാരത് കാ ബൗദ്ധ ഇതിഹാസ്, അതായത് പ്രാചീന ഭാരതത്തിലെ ബൗദ്ധ ചരിത്രം എന്ന് പറയുന്ന ബുക്ക്, DC അഹിറിന്റെ വിപസനയെ പറ്റിയുള്ള ഒരു കോമ്പൻഡിയമാണ്. അത് വളരെയേറെ ഓതേഴ്സിന്റെ ആർട്ടിക്കിൾസ് എല്ലാം കൂടെ ശേഖരിച്ചിട്ടുള്ള ഒരു ബുക്കാണിത്. അങ്ങനെ ഒട്ടേറെ ബുക്കുകളുണ്ട്. പക്ഷേ കൂടാതെ ഇതിനേക്കാൾ ഏറ്റവും പരമപ്രധാനമായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് എൻ്റെ ശരീരം തന്നെയാണ്. അതായത് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ധമ്മ എന്താണെന്ന് മനസ്സിലാവുക, ബുദ്ധൻ പഠിപ്പിച്ചത് എന്താണെന്ന് മനസ്സിലാവുക, സിദ്ധാർത്ഥ ഗൗതമൻ പഠിപ്പിച്ച അഷ്ടാംഗമാർഗം എന്താണെന്ന് മനസ്സിലാവുക. അതാണ് അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്, കലാമസൂത്രയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ പുസ്തകങ്ങൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ ആദരിക്കുന്ന ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും, തലമുറകളായി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ഇനി അഥവാ ഞാൻ തന്നെ പറയുന്നു പറഞ്ഞാലും, നിങ്ങൾ ആശ്രയിക്കേണ്ടത് നിങ്ങളുടെ അനുഭവത്തെയാണ്. സ്വന്തം ശരീരത്ത് നിങ്ങളത് ചെയ്തു നോക്കി, എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ അത് മനസ്സിലാവുന്നത് അതാണ് എടുക്കേണ്ടത്. റിയാലിറ്റിയാണ് എടുക്കേണ്ടത്, വ്യാഖ്യാനങ്ങളല്ല, റിയാലിറ്റിയാണ് എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സർവപ്രധാനമായിട്ടും അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ഈ ഒരു പ്രഭാഷണത്തിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ഇനി ധമ്മ ഇന്ത്യയിൽ ആശയപരമായി തമസ്കരിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം യഥാർത്ഥ ധമ്മ എന്താണ്, ബുദ്ധൻ അനുശാസിച്ചത് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ഡീവിയേഷൻസ് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ധമ്മ എന്ന ആ ഒരു പദം കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ നമ്മുടെ ഉള്ളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഓരോ വസ്തുവിലും, പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും പ്രപഞ്ച നിയമങ്ങളാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവയ്ക്കൊക്കെ പ്രകൃതം, അതിന് ഓരോന്നിനും അതിൻ്റെതായ പ്രകൃതമുണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളത്തിന്റെ ധമ്മം അല്ലെങ്കിൽ വെള്ളത്തിന്റെ പ്രകൃതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിറമില്ല, ഗുണമില്ല, മണമില്ല, അതിന് പ്രത്യേക ആകൃതിയില്ല, എന്തിനെ ലയിപ്പിക്കും, ഇതൊക്കെയാണ് അതിന്റെ ധമ്മം അല്ലെങ്കിൽ അതിന്റെ പ്രകൃതം. അതുപോലെ തന്നെ ഐസിൻ്റെതായിട്ടുള്ള ഒരു പ്രകൃതമുണ്ട്, അതിന് തണുപ്പുണ്ട്, അത് ചുറ്റും ഇരിക്കുന്ന കാര്യങ്ങളെ തണുപ്പിക്കും. തീയാണെങ്കിൽ അതിന് ചൂടുണ്ട്, അത് കത്തുന്നു, അത് ചുറ്റുമുള്ള വസ്തുക്കളെ ചൂടാക്കും അല്ലെങ്കിൽ കത്തിക്കും. ഇതൊക്കെ അതിന്റെ ഓരോന്നിന്റെയും ധമ്മമാണ്. അപ്പൊ ധമ്മം എന്നുള്ള വാക്കിന്റെ യഥാർത്ഥം ട്രൂ നേച്ചർ, യഥാർത്ഥ പ്രകൃതം, ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടി, സ്വഭാവം, ഇതൊക്കെയാണ്. അപ്പോ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണം അദ്ദേഹത്തിന്റെ സൃഷ്ടിയല്ല, ഗുരുത്വാകർഷണം അദ്ദേഹം കണ്ടെത്തിയതാണ് എന്ന് പറയുന്ന പോലെ തന്നെ ബുദ്ധനും കണ്ടെത്തിയതാണ് ഈ ധമ്മ. അദ്ദേഹത്തിന്റെ തന്നെ മനസ്സിനെയും ശരീരത്തെയും ധ്യാനാവസ്ഥയിലിരുന്ന് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സും ശരീരവും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, തന്റെ ശരീരം എന്ന് പറയുന്നത് എന്താണ്, താൻ എന്ന് പറയുന്ന ഈ വ്യക്തി തന്നെ എന്താണ്, അപ്പോൾ തൻ്റെ യഥാർത്ഥ പ്രകൃതം എന്താണ് എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതിനെയാണ് ധമ്മ എന്ന് പറയുന്നത്.
ധമ്മ അനുശാസനം. അതായത് നീ നിന്നെ അറിയുക, സ്വയം അറിയുക. അതിലൂടെ നിന്നെപ്പറ്റിയുള്ള അജ്ഞത മാറ്റി, അല്ലെങ്കിൽ അവിദ്യ അല്ലെങ്കിൽ ഇഗ്നറൻസ് അത് മാറ്റി ജ്ഞാനമുള്ളവനാവുക. അങ്ങനെ സ്വയം അറിയുക, അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിന്റെ ടോട്ടൽ പ്രോസസ്സ്. അപ്പൊ അതിന് അദ്ദേഹം ആധാരമാക്കിയത് ചില അടിസ്ഥാനമായ പ്രപഞ്ച നിയമങ്ങളെയാണ്. ഇതില് ഒന്ന് ലോ ഓഫ് കോസാലിറ്റി, അതായത് കോസ് ആൻഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് എറേസിംഗ്. ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്നു, ഒന്ന് മൂലം മറ്റൊന്ന് സംഭവിക്കുന്നു, ഒരു കാരണമില്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഇതാണ് ഈ ലോ ഓഫ് കോസാലിറ്റി. അത് പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമങ്ങളൊന്നാണ്. അത് തന്നെയാണ് നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഇനർഷ്യ നമ്മൾ പറയുന്നത്. ഏതൊരു വസ്തുവും അത് ചലിക്കണമെന്നുണ്ടെങ്കിലോ അതിന്റെ ഗതി മാറ്റണമെന്നുണ്ടെങ്കിലോ അതിന്റെ ചലനം നിർത്തണമെന്നുണ്ടെങ്കിലോ ഒക്കെ ഒരു കാരണമാണ്. അല്ലെങ്കിൽ അത് ഏത് കണ്ടീഷനിലാണോ നിൽക്കുന്നത് അതേ കണ്ടീഷനിൽ അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത്, ഒരു ആറ്റത്തെ പോലും നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാനോ സൃഷ്ടിക്കാനോ ഒരു കണത്തെ പോലും നമുക്ക് ഇല്ലാതാക്കാനോ പറ്റത്തില്ല. ഒരു കണിക പോലും പ്രപഞ്ചത്തിൽ നമുക്കായിട്ട് ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. അതാണ് ഐൻസ്റ്റീൻ പറയുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇതൊക്കെ പറയുന്നത്. അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോം മാറ്റാം. മാസിനെ എനർജി ആക്കാം, എനർജി മാസ് ആക്കാം. പക്ഷേ ഒന്നിനെയും ഇല്ലാതാക്കാനോ ഒന്നിനെ പുതുതായിട്ട് സൃഷ്ടിക്കാനോ നമുക്ക് സാധ്യമല്ല. ഇവിടെയൊക്കെ പല ഘട്ടത്തിലും ഈ ഓരോരോ നിയമങ്ങൾ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഈ നമ്മളോട് പറഞ്ഞു തരുന്ന ധമ്മത്തിന്റെ അനുശാസനത്തിൽ പലയിടത്തും അത് ഓരോ സ്ഥലത്തും അത് ആപ്ലിക്കബിൾ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ലോ ഓഫ് ഇംപെർമനൻസ്, അനിത്യത. കാരണം ഒരു കണം, നമ്മുടെ ഏറ്റവും ചെറിയ ഒരു ആറ്റം, ആ ആറ്റത്തിന്റെ അകത്ത് അല്ലെങ്കിൽ സബറ്റോമിക് ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴും ഒന്നും സ്റ്റാറ്റിക് അല്ല, എല്ലാം ഡൈനാമിക് ആണ്. അതായത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതിയും അല്ലെങ്കിൽ ഈ പ്രപഞ്ചവും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആറ്റംസ് ഒക്കെ സ്റ്റാറ്റിക് ആയിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഡെഡായി പോയേനെ, നിശ്ചലമായിരുന്നേനെ. അങ്ങനല്ല, എപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഋതുക്കൾ മാറി വരുന്നു, കാര്യങ്ങൾ വളരുന്നു, വളരുന്നത് നശിക്കുന്നു, പിന്നെയും ഉണ്ടാവുന്നു, പിന്നെയും നശിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു ഇംപെർമനൻസ്, വാട്ട് എവർ ഈസ് എറൈസിങ് വിൽ പാസ് അവേ. അതായത് എന്തുണ്ടാവുന്നു അത് നശിക്കുകയും ചെയ്യും. അതൊക്കെ ഈ ഇംപെർമനൻസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ ഒരു അടിസ്ഥാന നിയമമാണ്. അതുപോലെ ലോ ഓഫ് റൈറ്റ് കണ്ടീഷൻസ് ആൻഡ് റൈറ്റ് എഫക്റ്റ്, അതായത് ശരിയായ അളവിൽ കാര്യങ്ങൾ, അതിനനുകൃതമായ കാര്യങ്ങളെല്ലാം സമ്മേളിക്കുമ്പോൾ ഒരു പ്രത്യേക ഇഫക്റ്റ് ഉണ്ടാകുന്നു. ആ കണ്ടീഷൻസ് മാറുമ്പോൾ ഇഫക്റ്റുകൾ മാറും. നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഓരോന്നിനും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിലാണെങ്കിൽ ഒരു പ്രത്യേക എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ കോമ്പിനേഷൻ ഒന്ന് മാറുമ്പോൾ മറ്റൊരു എഫക്റ്റ് ഉണ്ടാവും. അതൊക്കെ പ്യുവർ കെമിസ്ട്രി, പ്യുവർ സയൻസ് തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ പ്രപഞ്ച നിയമങ്ങളിലെ ചിലത് ബുദ്ധൻ ആധാരമാക്കിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയതും പല കാലഘട്ടങ്ങളിലായിട്ട് തന്നെ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടായിരുന്ന അറിവുകൾ തന്നെയാണ് അതൊക്കെ. അതിനെ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോക്കസ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ അസ്വസ്ഥത എന്തുകൊണ്ടുണ്ടാവുന്നു, എന്താണ് അതിന് കാരണം, അതിന്റെ മൂലകാരണം എന്താണ്, അതിന് പരിഹാരം എന്താണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഈ യാത്ര അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ അദ്ദേഹം മുറുകെ പിടിക്കുന്ന ഒരു തത്വം ഇതാണ്: എന്തിനും ഒരു കാരണമുണ്ടായേ പറ്റൂ. കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണമില്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ദുഃഖം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസ്വസ്ഥത, സ്വസ്ഥമല്ലാത്ത എന്തൊരവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിലും അതിനും ഒരു കാരണം കൂടിയേ തീരും. ആ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ, ആ കാരണത്തെ മാറ്റിയാൽ ആ പ്രശ്നവും പരിഹരിക്കാം. അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന അടുത്ത കണ്ടീഷൻ എന്താണ്? അസ്വസ്ഥതയും പരിഹരിക്കാം. അപ്പൊ അവിടെ ഈ ലോ ഓഫ് കോസാലിറ്റി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡന്റ് എറൈസിങ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒന്നുകൊണ്ടാണ് മറ്റൊന്നുണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേതിനെ മാറ്റിയാൽ മറ്റതിനെ പരിഹരിക്കാം. അതുപോലെ തന്നെ നാലാമത്തെ ഈ ലോയും സംഭവിക്കുന്നുണ്ട്, അതായത് ലോ ഓഫ് റൈറ്റ് കണ്ടീഷൻസ് ആൻഡ് റൈറ്റ് എഫക്റ്റ്. ആ കണ്ടീഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ ആ എഫക്റ്റ് മാറും. അപ്പൊ അങ്ങനെ പ്രപഞ്ചത്തിലുള്ള അതേ അടിസ്ഥാന നിയമങ്ങളെ തന്നെയാണ് അദ്ദേഹം മുറുകെ പിടിച്ചിട്ടാണ് അതിന് അന്വേഷണമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്.
ബുദ്ധന്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം എന്താണ് കണ്ടത് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിവിടെ ഒരു ചാർട്ട് കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സൂക്ഷ്മമായി ക്ലോസ് ആയി നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് നമ്മുടെ ഉള്ളിലേക്ക് കാര്യങ്ങൾ കയറുന്ന 5 ഇന്ദ്രിയങ്ങളും ചിന്തയും. അത് നമ്മൾ അറിയുന്ന ഒരു മൊമെന്റ് ആണ് ആദ്യത്തെ മൊമെന്റ്. അതിനെയാണ് നമ്മൾ കൊഗ്നേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആദ്യത്തെ ഇന്ദ്രിയ ബോധം എന്ന് പറയുന്നത്. ഓരോ ഇന്ദ്രിയങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ആ ഇന്ദ്രിയമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, മറ്റൊന്നും അവിടെ വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഏതുമായിട്ട് നമ്മൾ കണക്ട് ആവുന്നു, ഇപ്പൊ ചിന്തയിലാണ് ഇരിക്കുന്നെങ്കിൽ മറ്റു ഇന്ദ്രിയങ്ങളൊന്നും വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണ് ഈ കൊഗ്നേഷൻ എന്ന് പറയുന്ന ഫേസ് വർക്ക് ചെയ്യുന്നത്. അടുത്തതാണ് നമ്മുടെ വിവേചന മനസ്സ്, റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. ആ ഒരു വിവേചന മനസ്സ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ എന്താണ് കേട്ടത്, ഞാൻ എന്താണ് കണ്ടത്, ഞാൻ എന്താണ് ഉണർത്തത്, എന്താണ് ഞാൻ രുചിച്ചത്, എന്താണ് എന്നെ സ്പർശിച്ചത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചിന്തിച്ചത്, എന്ത് ചിന്തയാണ് വന്നത്, അല്ലെ എന്താണ് ഞാൻ അറിഞ്ഞത്. ഇതിങ്ങനെ അത് എന്താണ് ഏതാണ് ഇതൊക്കെ അറിയുന്നതാണ് ഈ വിവേചന മനസ്സ്. അത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ ഓരോന്നിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അടുത്ത ഒരു ഘട്ടത്തിലാണ് ആ ഇവാലുവേഷന്റെ തൊട്ട് പുറകെ നമ്മുടെ ശരീരത്ത് അനുഭൂതി ഉണ്ടാവുന്നത്, സെൻസേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ വിവേചനമെ എങ്ങനെ ഇരിക്കുന്നു അതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ശരീരത്തിൽ അനുഭൂതി ഉണ്ടാവുന്നത്. നല്ല ഒരു ഇവാലുവേഷൻ ആണ് നമ്മൾ ചെയ്തത്, ഇത് കൊള്ളാം, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ബോഡിയിൽ ഉണ്ടാകുന്നത്, ഒരു വൈബ്രേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന മൂല്യം അല്ലെങ്കിൽ നമ്മുടെ വിവേചനം, നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ഇതത്ര കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇത് മോശം, അല്ലെങ്കിൽ ഇതെനിക്ക് ദോഷകരമാണ്, ഇതെനിക്ക് ഹാനികരമാണ്, അയ്യോ ഇതെനിക്ക് അപകടമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശരീരത്ത് അതിനനുസരിച്ചുള്ള ഒരു ഫീലിംഗ്, ഒരു സെൻസേഷൻ ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ അറ്റോമിക് ലെവലിലാണെങ്കിൽ നമുക്ക് അതിനെ വൈബ്രേഷൻ ആയിട്ട്, ആറ്റോമിക് വൈബ്രേഷൻ ആയിട്ട് കാണാം. കെമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോകെമിക്കൽ റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ബയോളജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ബയോകെമിക്കൽ സെക്രീഷൻസ് ആയിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇതെല്ലാം കോശങ്ങളായാലും കോശങ്ങളുടെ ഉള്ളിലായാലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സൂക്ഷ്മ കണിക കൊണ്ടാണ്. ആ കണികകളൊന്നും പെർമനന്റ് അല്ല, അതിന് അതിൻ്റെതായ ഓരോരോ സ്വഭാവങ്ങളുണ്ട്, ഊർജ്ജ സ്വഭാവങ്ങളുണ്ട്. അതിന് ബുദ്ധന്റെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ ദർശനത്തിൽ 4 തരത്തിലുള്ള ഊർജ്ജ സ്വഭാവങ്ങളായിട്ടാണ് പറയുന്നത്. ഒരു കണിക അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഒരു പരമാണു അല്ലെങ്കിൽ എന്ന് പറയുന്ന കലാപകണം എന്ന് പറയുന്നതിന് 4 അടിസ്ഥാന ഊർജങ്ങൾ കൂടിച്ചേർന്ന ഒരു കലാപകണം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതിനാണ് ചതുർഭൂതങ്ങൾ എന്ന് പറയുന്നത്. അതായത് താപ ഊർജം, ഭാരം, ചലന ഊർജം, അതുപോലെ ചേർന്നിരിക്കലാണോ അല്ലെങ്കിൽ അകന്നു നിൽക്കലാണോ ഒട്ടിപ്പിടിക്കാനുള്ള ആ ഒരു ഊർജം. അപ്പൊ അങ്ങനെ 4 ഊർജങ്ങളുടെ ഫലമായിട്ടാണ് ഒരു കലാപകണം ഉണ്ടാവുന്നത്. എന്നിട്ട് ആ ഉണ്ടാവുന്ന കലാപകണത്തിന് 4 തരം ഗുണങ്ങൾ ഉണ്ടാവും. അതായത് നിറം ഉണ്ടാവും, ഗുണമുണ്ടാവും, മണമുണ്ടാവും, രുചി ഉണ്ടാവും. ഏത് തരത്തിലുള്ള നിറമോ ഗുണമോ മണമോ രുചിയോ ഉണ്ടാവും. ഗുണം എന്ന് പറഞ്ഞാൽ അത് അകത്തേക്ക് ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ പുഷ്ടിപ്പെടുത്തുന്നതാവാം, അല്ലെന്നുണ്ടെങ്കിൽ വിഷാംശമാവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആവാം. അപ്പൊ ഇങ്ങനെ 8 ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് 4 ഊർജവും 4 ഗുണങ്ങളും കൂടെ ചേർന്നതാണ് അട്ട കലാപം എന്ന് പറയുന്നത്. അപ്പൊ പലരും പറയുന്നത്, ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ്, ആറ്റം എന്നുള്ള വാക്ക് പോലും അതിനകത്ത് നിന്നാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയുടെ സാംസ്കാരിക അല്ലെങ്കിൽ ബൗദ്ധ കാലത്തെ സാംസ്കാരിക എലമെന്റുകൾ പലതും വിദേശ രാജ്യങ്ങളിൽ പലതിലും എടുത്തിട്ടുണ്ട്. മഹായാനയുടെ കാലത്ത് വന്ന അവതാർ എന്ന് പറയുന്നതൊക്കെ ഇപ്പം അത് എല്ലായിടത്തും വന്നിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സോഫ്റ്റ്വെയറുകളിൽ പോലും അവതാർസ് ഉണ്ട്. മന്ത്ര എന്ന് പറയുന്ന മന്ത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പലതും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്. തെറാപ്യൂട്ടിക്, തെര എന്നുള്ള വാക്കിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പാശ്ചാത്യർ കടം കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അനുഭൂതികൾ ഈ മൂല്യാങ്കണത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ വിവേചന മനത്തിന് ശേഷമാണ് ഉണ്ടാകുന്നത്. ഈ അനുഭൂതിയെ ആശ്രയിച്ചാണ് നമ്മുടെ മനസ്സ് റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. നല്ല അനുഭൂതിയാണെങ്കിൽ അതിനോട് ഇഷ്ടം തോന്നും. ചീത്തയായിട്ടുള്ള അനുഭൂതി അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ സെൻസേഷൻസ് അല്ലെങ്കിൽ ബോഡി വൈബ്രേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനോട് ഇഷ്ടക്കേട്, ഡിസ്ലൈക്കിംഗ് ഉണ്ടാവും. അപ്പൊ സമമായിരിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയും ഇല്ലാതിരിക്കുന്ന ഒരു മനസ്സ്, സമാധിയിലിരിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ സമമായ അവസ്ഥയിലിരിക്കുന്ന മനസ്സ്, ആധിയില്ലാത്ത സമമായ അവസ്ഥയിലിരിക്കുന്ന ഒരു മനസ്സ്, അതില്
മാറ്റമുണ്ടാവുന്നത് ആ മനസ്സ് കുതിക്കുമ്പോൾ, റിയാക്ട് ചെയ്യുമ്പോഴാണ്. അത് കേൾക്കുന്ന, അറിയുന്ന, കാണുന്ന, സ്മെല്ല് ചെയ്യുന്ന, അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അനുഭൂതികളെ ആശ്രയിച്ച് ആ അനുഭൂതികളോട് മനസ്സ് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുമ്പോഴാണ് മനസ്സിന്റെ സമാധാനാവസ്ഥ നഷ്ടപ്പെടുന്നത്. അവിടെയാണ് അസ്വസ്ഥത ആരംഭിക്കുന്നത്. അപ്പോ ദുഃഖത്തിന്റെ കാരണം ബുദ്ധൻ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. അതായത് സ്വന്തം ശരീരത്തെയും സ്വന്തം മനസ്സിനെയും അദ്ദേഹം നിരീക്ഷിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, എൻ്റെ ശരീരത്തുണ്ടാകുന്ന അനുഭൂതികളുടെ തൊട്ടടുത്ത സ്റ്റെപ്പിലാണ്, അവിടെയും ഡിപ്പെൻഡന്റ്, കോസ് ആൻഡ് എഫക്റ്റ് ആണ്, അതിന്റെ തൊട്ടടുത്ത സ്റ്റേജിലാണ് എൻ്റെ മനസ്സ് അതിനോട് ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം ദുഃഖത്തിന്റെ കാരണം മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം ബുക്ക് നോക്കിയല്ല പഠിക്കുന്നത്. സ്വന്തം ശരീരത്തിലെ നാല് പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ, അതായത് ശരീരത്തിന്റെ 2 ഫംഗ്ഷനും മനസ്സിന്റെ 2 ഫംഗ്ഷനെയാണ് അദ്ദേഹം ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തത്. ഇതിനെയാണ് 4 സതിപത്ഥാനാസ് എന്ന് പറയുന്നത്, ശ്രദ്ധ പതിപ്പിക്കേണ്ട 4 സ്ഥാനങ്ങൾ. അപ്പൊ ഈ 4 സതിപത്ഥാനാസിനെ അദ്ദേഹം ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോഴാണ്, ഏതൊക്കെയാണ് ആ 4 സതിപത്ഥാനാസ്? ഒന്ന് നമ്മുടെ ചിന്തകള്, പിന്നെ നമ്മുടെ ശരീരം, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഒരു പ്രക്രിയ, അത് ശ്വാസമാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ശ്വാസോച്ഛ്വാസം. അതിനാണ് ശ്രദ്ധിക്കുമ്പോഴാണ് അതിനെ ആനപാന സതി എന്ന് വിളിക്കുന്നത്. ആനപാന സതി എന്ന് പറയുമ്പോൾ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിലെ ശ്രദ്ധിച്ച് മനസ്സിനെ കോൺഷ്യസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് ഒക്കെ ഒതുക്കി മനസ്സിനെ ശാന്തമാക്കി, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സ് സബ് കോൺഷ്യസ് ലെവലിലേക്ക് ഇറങ്ങും. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന സെൻസേഷൻസിന്റെ ലോകം നമുക്ക് വെളിവാകുന്നത്. ആ സെൻസേഷന്റെ ലോകത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഓരോ ചെറിയ ചിന്തകൾക്കനുസരിച്ചും അദ്ദേഹത്തിന്റെ ശരീരത്ത് സെൻസേഷൻസ് മാറി മാറി വരുന്നുണ്ട്. ആ സെൻസേഷൻസിനനുസരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് ഓരോന്നിനോട് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളുടെ നേരത്തെ തൊട്ടേ, നമ്മൾ ജന്മം തൊട്ടേ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നമ്മുടെ ശീലങ്ങൾ, ഓരോ സമയത്തും നമ്മൾ ഇഷ്ടവും അനിഷ്ടവും കാണിച്ച് മനസ്സിനത് ശീലമായി മാറിപ്പോയി. അങ്ങനെ ആ ശീലങ്ങൾ, അതിനാണ് സംഖാര എന്ന് അദ്ദേഹം വിളിക്കുന്നത്. അപ്പൊ ആ ശീലങ്ങളെ മാറ്റിയാൽ മാത്രമേ മനസ്സ് ക്ലീൻ ആവുകയുള്ളൂ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയാണ് അദ്ദേഹം അഷ്ടാംഗമാർഗം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് തന്നെ അദ്ദേഹം, ഒരു മെത്തേഡ് തന്നെ നമുക്ക് വേണ്ടി തരുന്നു. മനസ്സിനകത്ത് ഉണ്ടാക്കി വെച്ച ഈ ശീലങ്ങളെ ക്ലിയർ ചെയ്യാനും ക്ലീൻ ചെയ്യാനുമായിട്ടാണ് അഷ്ടാംഗമാർഗം അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു ഒബ്സർവേഷനിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ 5 അഗ്രഗേറ്റ്സിന്റെ, അല്ലെങ്കിൽ 5 ഖണ്ഡങ്ങളുടെ, അല്ലെങ്കിൽ 5 പ്രവർത്തന മണ്ഡലങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഒന്ന് എന്താണ്? കണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഭൗതിക ശരീരം. അത് ഒരു രൂപത്തിന്റെ, അല്ലെങ്കിൽ രൂപം, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി, അതിനെ രൂപഖണ്ഡം എന്ന് പറയും. മറ്റ് 4 കാര്യങ്ങൾ നാമഖണ്ഡങ്ങൾ എന്നാണ്. അതായത് മൈൻഡ്, നാമം എന്ന് പറയുന്നത് മൈൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനകത്തുണ്ടാവുന്ന 4 ഡിഫറെന്റ് ഖണ്ഡങ്ങൾ, ഒന്ന് ഈ ഇന്ദ്രിയ ബോധം, പിന്നെ ഒന്ന് ആ വിലയിരുത്തുന്ന മനസ്സ്, അതായത് വിവേചന മനസ്സ്, മൂന്നാമത്തേത് അനുഭൂതിയുടെ ആ ഖണ്ഡം, അല്ലെങ്കിൽ അനുഭൂതിയുടെ ആ ഒരു പ്രവർത്തനം, നാലാമത് മനസ്സിന്റെ റിയാക്ഷൻ, ഹാബിറ്റ്. അങ്ങനെ മനസ്സിന്റെ ഈ 4 ഖണ്ഡങ്ങൾ, അല്ലെങ്കിൽ നാമത്തിന്റെ 4 ഖണ്ഡങ്ങളും രൂപത്തിന്റെ ഒരു ഖണ്ഡവും കൂടി ചേർന്ന്, അല്ലെങ്കിൽ നാമരൂപങ്ങളുടെ ഒരു യോജിപ്പ് വരുമ്പോഴാണ് ഒരു വ്യക്തി എന്ന ഒരു സംഗതി ഉണ്ടാവും. പക്ഷെ ഇവിടെ അദ്ദേഹം ഇതിനെ ഒബ്സർവ് ചെയ്യുകയാണ്. ഒബ്സർവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഈ 4 അല്ലെങ്കിൽ 4 മനസ്സിന്റെ ഖണ്ഡങ്ങളെയും ശരീരത്തെയും അദ്ദേഹം ഒബ്സർവ് ചെയ്യുമ്പോൾ ഇത് ഓരോന്നും മാറിക്കൊണ്ടിരിക്കുന്നു, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, ഇംപെർമനന്റ് ആണ്. അതായത് രൂപവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം കണങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിന്റെ ഭാവങ്ങളും മനസ്സിന്റെ ഖണ്ഡങ്ങളും ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഞാനാണോ? അല്ല. ഈ രൂപമാണോ ഞാൻ? അല്ല. ഈ ഇന്ദ്രിയ ബോധമാണോ ഞാൻ? അല്ല. വിവേചന മനസ്സാണോ ഞാൻ? അല്ല. ഈ അനുഭൂതിയാണോ ഞാൻ? അല്ല. ഈ പ്രതികരണമാണോ ഞാൻ? അല്ല. പക്ഷെ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഞാൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു സ്ഥിരമായ ഞാൻ ഉണ്ടെന്നത്
മിഥ്യയാണ്, അനാത്മ അല്ലെങ്കിൽ ആത്മാവില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാം അനിത്യമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു അനുഭൂതികളോടുണ്ടാക്കുന്ന ആ ഒരു താല്പര്യം, ഇഷ്ടം അല്ലെങ്കിൽ അനിഷ്ടം, അത് ഈ ഖണ്ഡങ്ങളോട് നമ്മൾ കാണിക്കും, അല്ലെങ്കിൽ രൂപത്തിനോട് നമ്മൾ കാണിക്കാം, നമ്മൾ ഈ കാണുന്ന ഇന്ദ്രിയ ബോധത്തോട് നമുക്ക് തോന്നാം, ഈ പറയുന്ന വിവേചന മനസ്സിനോട് നമുക്ക് തോന്നാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭൂതികളോട് തോന്നാം. അങ്ങനെ അപ്പൊ ഈ അനുഭൂതികളും ഈ പ്രതികരണങ്ങളും ഈ വിവേചന മനസ്സും ഈ ഇന്ദ്രിയബോധവും ഈ ശരീരവും എല്ലാം ഇതിനെ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനുള്ള ഖണ്ഡങ്ങളായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പഞ്ച ഉപാദാന ഖണ്ഡങ്ങളായിട്ട് പറയുന്നത്. ഉപാദാനം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്. പക്ഷെ ഇതൊന്നും ഞാനല്ല. അപ്പം സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു മനസ്സ് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നു. കാര്യങ്ങൾ അറിയുമ്പോൾ അനുഭൂതിക്കനുസരിച്ച് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നു. അങ്ങനെ ദുഃഖം എന്താണ്, അസ്വസ്ഥത എന്താണെന്നും അദ്ദേഹം പറഞ്ഞു തരുന്നു. അങ്ങനെയാണ് നമ്മുടെ ട്രൂ നേച്ചർ, നമ്മുടെ ധമ്മം, മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതം, അനിത്യ, ദുഃഖ, അനാത്മ എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇതാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്ന ധമ്മം. ഈ ധമ്മോപദേശത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഓക്കെ, ഈ അറ്റാച്ച്മെന്റ്സിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അനുഭൂതിയുടെ തലത്തിൽ ഓരോ അനുഭൂതികളെയും വരുന്നു, അതിനെ സമചിത്തതയോടുകൂടി നമ്മൾ വീക്ഷിക്കുന്നു, അതിനകത്തോട്ട് നമ്മൾ ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്നില്ല. ഇത്രയും നാളും ഞാനത് കാണിച്ചു, അത്രയും നാൾ ഞാൻ 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 എന്ന തോന്നലിൽ ഞാൻ ജീവിച്ചു. അപ്പോൾ ഞാൻ ഓരോ മൊമെന്റിലും ഞാൻ ഓരോരോ വ്യക്തിയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത്രയും നാളും, അതായത് ജനിച്ചു കഴിഞ്ഞ ശേഷം ഇത്രയും നാളും ഓരോ മൊമെന്റിലും ഞാൻ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അനുഭൂതികളോടൊക്കെ ഈ മാറി നിന്ന് നോക്കാതെ, ഇതിന്റെ ഇംപെർമനൻസ്, ഇതിന്റെ അനിത്യത മനസ്സിലാക്കാതെ ഞാൻ ഇതിനോട് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ആ പ്രതികരിക്കുമ്പോഴോ എന്റെ ശരീരത്തിന്റെ കമ്പോണൻസ് മാറുന്നുണ്ട്, മനസ്സിന്റെ കമ്പോണൻസും മാറുന്നുണ്ട്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി മാറുന്നുണ്ട്. അങ്ങനെ ഓരോ മൊമെന്റിലും ഞാൻ ജന്മം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിരന്തരം ജന്മം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന അർത്ഥം ഇതാണ്. അപ്പൊ ഇപ്പൊ ഈ മൊമെന്റിൽ എന്താണ്, ഞാൻ ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. 5 ഖണ്ഡങ്ങളാണ്. ഈ 5 ഖണ്ഡങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറിക്കൊണ്ടിരിക്കുന്നതിൽ ഒന്നും ഞാനല്ല. അത് ഞാൻ അതായത് ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിന്ന് ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഞാൻ പൂർണ്ണ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ കാണുമ്പോൾ എനിക്ക് അഹം എന്ന ബോധം അല്ലെങ്കിൽ ഞാൻ എന്ന ബോധം ഇല്ലാതാവുന്നു. ആത്മാവില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് എന്നെ പേര് വിളിക്കേണ്ട, ബുദ്ധൻ എന്ന് വിളിക്കുക. ഇനിമേൽ ഞാൻ ജന്മമെടുക്കുന്ന പരിപാടി നിർത്തി. ഇത്രയും ദിവസവും ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്ന, ഓരോ മൊമെന്റ് വെച്ച് ഞാൻ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഹ്യൂമൻ ബീയിങ് ഈസ് ബിക്കമിങ്. അപ്പൊ ഓരോ മൊമെന്റിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരോ ജന്മം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ബോഡിയും മൈൻഡും മാറിയാൽ അതിന്റെ അർത്ഥം ഒരു കോമ്പിനേഷൻ മാറുമ്പോൾ വ്യക്തി മാറി, ജന്മമായി, ഓരോ ജന്മം. അതാണ് ബുദ്ധൻ പറഞ്ഞ ജന്മത്തിന്റെ അർത്ഥം. അല്ലാതെ ബുദ്ധൻ ഒരു ജന്മത്തില് പട്ടിയായിരുന്നു, പിന്നെ ജന്മത്തിൽ ആടായി, പിന്നെ പശുവായി, പിന്നെ ആനയായി, പിന്നെ കുതിരയായി, അങ്ങനെയുള്ള അർത്ഥമല്ല ബുദ്ധൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ബുദ്ധൻ ഇതിനെ മനസ്സിലാക്കിയതിനു ശേഷം, ബോധോദയത്തിന് ശേഷം അദ്ദേഹം ആദ്യം പറഞ്ഞ വാചകമായിട്ട് പറയുന്നത് അനേകജാതി സംസാര സന്താവിസം അനീമിസം എന്ന് പറയുന്നത്. അതായത് അനേക ജാതി സംസാരം, ഞാൻ ഇത്രയും നാളും പല ജാതികളായി ജനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പലതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം ഓരോ സമയത്ത് ഓരോരോ ജീവികളായിരുന്നു എന്നല്ല അർത്ഥം. ഓരോ മൊമെന്റിൽ അദ്ദേഹം പലതായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനെയൊക്കെ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ അർത്ഥം ആദ്യമേ പറയുന്നത്. ഈ പറയുന്ന ബുദ്ധൻ ഉദ്ദേശിച്ചതിനെ അല്ല വ്യാഖ്യാനിച്ച് പിന്നീട് മാറ്റിയിട്ടുള്ളത്. അതറിയണമെന്നുണ്ടെങ്കിൽ ഇതറിയണം. ബുദ്ധൻ എന്താണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത്, എന്താണ് പറഞ്ഞത് നമ്മൾ അറിയണം. അപ്പൊ അതറിയാൻ വേണ്ടിയാണ് അദ്ദേഹം അഷ്ടാംഗമാർഗ്ഗം നമ്മളോട് പഠിപ്പിച്ചു തന്നത്. അപ്പം അദ്ദേഹം നമ്മളോട് ചെയ്യാൻ പറയുന്നത്, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ നമുക്ക് സമാധാനം കിട്ടും.
ദുഃഖത്തിന്റെ കാരണം ഇങ്ങനെയാണ്. അനുഭൂതികളോടുള്ള നമ്മുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അനിഷ്ടമാണ്. അതാണ് തനഹ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൃഷ്ണ എന്ന് സംസ്കൃതത്തിൽ പറയുന്നു. തനഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭൂതിയോട് നമ്മൾ മനസ്സ് കാണിക്കുന്ന ഇഷ്ടം അനിഷ്ടം. അതാണ് നമ്മുടെ മനസ്സിന്റെ പ്രതികരണം. ആ അനുഭൂതികളെ സമഭാവനയോടെ വീക്ഷിച്ചാൽ അനുഭൂതികളെല്ലാം ട്രാൻസിയന്റ് ആണ്. അതായത് കുറച്ചു നേരത്തേക്ക് മാത്രമേ നിൽക്കത്തുള്ളൂ. ബോഡിയിൽ എന്ത് വൈബ്രേഷൻ, എന്ത് സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫുൾ ടൈം നിൽക്കത്തില്ല. അപ്പം ദുഃഖത്തിന്റെ ഒരു ഫീലിംഗ് ബോഡിയിൽ ഉണ്ടായാലും അധിക നേരം നിൽക്കത്തില്ല. സന്തോഷത്തിന്റെ ഒരു ഫീലിംഗ് ബോഡിയിൽ ഉണ്ടായാലും അധിക നേരം നിൽക്കത്തില്ല. അത് തനിയെ മാഞ്ഞു പോകും. അപ്പൊ അതിന്റെ അർത്ഥം ശരീരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അനുഭൂതിയെ അദ്ദേഹം ഉപേക്ഷയോടെ, അതായത് ഇക്വാനിമിറ്റിയോടെ വീക്ഷിക്കുമ്പോൾ അത് തനിയെ പോവുകയും മാഞ്ഞു പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ മനസ്സ് ഇത്രയും നാളും ഉപേക്ഷയില്ലാതെ അല്ലെങ്കിൽ ഇക്വാനിമിറ്റി ഇല്ലാതെ ഓരോന്നോട് ഇഷ്ടവും അനിഷ്ടവും കാണിച്ചുകൊണ്ടിരുന്ന ആ ഹാബിറ്റുകൾ തനിയെ തനിയെ ക്രമേണ ഇല്ലാതാവും. അതോടുകൂടി തന്നെ ഈ ജന്മമെടുക്കൽ പ്രക്രിയ തനിയെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അപ്പൊ ഈ നാമവും രൂപത്തിനെ നമുക്ക് തന്നെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന വിപാസനയുടെ അവസ്ഥയിൽ നമുക്ക് നമ്മളെ പറ്റിയുള്ള കൃത്യമായ അറിവ്, നമ്മുടെ ട്രൂ നേച്ചർ, അതായത് അനിത്യ, അനാത്മ, ദുഃഖ, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്താണ്. അപ്പൊ നമുക്ക് നമ്മളുടെ ശരീരത്തുണ്ടാവുന്ന ഈ മാറ്റങ്ങൾ, നമ്മുടെ ശരീരത്ത് അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷം കണ്ണ് ചിമ്മുന്ന ആ ചെറിയ മൊമെന്റിൽ പോലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ചേഞ്ചസ്, ഓരോ ചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സെൻസേഷൻസ്, അതറിയാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടിയാൽ നമുക്ക് എന്തെങ്കിലും കേട്ടാൽ ഉടനടി പ്രതികരിക്കുന്ന ആ പഴയ ശീലങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാര്യം എന്തെങ്കിലും ഒന്ന് കേട്ടു, ഒരു വാർത്ത കേട്ടു, അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു, അങ്ങനെ പറയുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ നല്ലത് പറയുമ്പോഴോ ചീത്ത പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും മണത്താലോ എന്തെങ്കിലും അറിഞ്ഞാലോ എന്തെങ്കിലും ചിന്തിച്ചാലോ ഉടനടി ആ പ്രതികരിക്കുന്നതിന് പകരം അന്നേരം നമ്മുടെ സെൻസേഷനെ നമുക്ക് അറിയാനുള്ള ഒരു സിദ്ധി, ഒരു കഴിവ് നമ്മൾ ആർജിച്ചാൽ, പ്രാക്ടീസ് ചെയ്ത് ആർജിച്ചാൽ പ്രത്യക്ഷമായ ഒരു ജ്ഞാനം, അതായത് ശരീരത്തിൽ ഉണ്ടാവുന്ന സെൻസേഷൻസ് അത് തുടങ്ങുന്ന മാത്രയിൽ തന്നെ നമുക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ, സെൻസ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ, അതായത് യഥാഭൂത ജ്ഞാന ദർശനം, അതായത് യഥാഭൂതം, അതായത് ഭവിക്കുന്ന അതേ മൊമെന്റിൽ തന്നെ അതിനെ ദർശിക്കാനുള്ള കഴിവ്, അതിനെ അറിയാനുള്ള ഒരു കഴിവ്, ദർശനം, ജ്ഞാന ദർശനം, അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മുടെ ആ ഒരു ടെൻഡൻസിയെ, പ്രതികരിക്കാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമായി പോകുന്ന ആ ടെൻഡൻസിയെ നമുക്ക് മാറ്റിയെടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളെ ഒരാള് ആംഗ്രി ആക്കുകയാണ്, മനഃപൂർവ്വം ഒരു ആംഗ്രി ആക്കുകയാണ്. നിങ്ങളുടെ സാധാരണഗതിയിലാണെങ്കിൽ ഇത് അറിയാൻ മേലാത്ത, നിങ്ങളുടെ ശരീരത്തിൽ സെൻസേഷൻ ഉണ്ടാവുന്നതിനെ ഒബ്സർവ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ അയാൾ പറയുന്നു ഇതെനിക്ക് മോശമായ ഒരു കാര്യമാണെന്ന് നിങ്ങളുടെ മനസ്സ് വിലയിരുത്തുന്നു, ഉടനെ നിങ്ങളുടെ ശരീരത്ത് അസുഖകരമായ സെൻസേഷൻ ഉണ്ടാവുന്നു, നിങ്ങളുടെ പഴയ ശീലം അനുസരിച്ച് നിങ്ങൾ അയാളോട് ചൂടാവുന്നു, അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ അയാളെ ആക്രമിക്കുന്നു. വിപാസന മനസ്സിലാക്കി ഈ പ്രത്യക്ഷ ജ്ഞാനം, യഥാഭൂത ജ്ഞാന ദർശനം ഇത് കിട്ടിയ ഒരാൾക്കാണെങ്കിൽ, പ്രത്യക്ഷ ജ്ഞാനം, ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ള പ്രത്യക്ഷ ജ്ഞാനം കിട്ടിയ ഒരു വ്യക്തിക്കാണെങ്കിൽ, ആരെങ്കിലും എന്തെന്ന് പറഞ്ഞു, ശരീരത്തിൽ സെൻസേഷൻ ഉണ്ടായാൽ അപ്പൊ തന്നെ അതിൽ മനസ്സിലാക്കുന്നു, അതിലേക്ക് ശ്രദ്ധ മാറുന്നു, അത് തനിയെ മാഞ്ഞു പോകുന്നു, മനസ്സ് കൂളാവുന്നു, ആള് സ്റ്റേബിളായി തന്നെ നിലനിൽക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രതികരിക്കുന്നു, വേണ്ടാത്തതാണെങ്കിൽ പ്രതികരിക്കേണ്ട എന്ന് വെക്കും. അവിടെയാണ് റെസ്പോണ്ടിങ് വിത്ത് വിസ്ഡം അല്ലെങ്കിൽ റെസ്പോണ്ടിങ് വിത്ത് പ്രജ്ഞ എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജ്ഞാനമുള്ളവൻ റെസ്പോണ്ട് ആണ് ചെയ്യുന്നത്, റിയാക്ട് അല്ല ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ മാറി വരിക എന്നുള്ളതാണ് ബുദ്ധന്റെ പഠനങ്ങളുടെ അല്ലെങ്കിൽ ബുദ്ധന്റെ ധമ്മശാസനത്തിലൂടെ ബുദ്ധൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത അഷ്ടാംഗ മാർഗത്തിന്റെ ഓർഡറാണ് ഇനി ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. തന്റെ യഥാർത്ഥ പ്രകൃതം അറിയാൻ വയ്യാത്ത, തന്നെപ്പറ്റി പൂർണ്ണമായും അജ്ഞനായ, അല്ലെങ്കിൽ തന്റെ മനസ്സും ശരീരവും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങി
പൂർണ്ണമായി തന്നെ പറ്റി മനസ്സിലാക്കിയ അറിവുള്ള തന്റെ മനസ്സും ശരീരവും എങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് പ്രതിപ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലായ ഒരു വ്യക്തിയായി മാറുകയും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ചെയ്ത് ഫൈനൽ അർഹത ആവുന്ന അല്ലെന്നുണ്ടെങ്കിൽ സമ്മാസംബുദ്ധനാവുന്ന ഒരവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ് ഈ അഷ്ടാംഗ മാർഗത്തിന്റെ ഓർഡർ. ഇതിന് 8 സ്റ്റെപ്പുകളായിട്ടാണ് തന്നിരിക്കുന്നത്. അതിലാദ്യം നമുക്ക് നമ്മുടെ പ്രിപ്പറേറ്ററി സ്റ്റേജാണ്, ശീലങ്ങളാണ്. അതായത് നമ്മളൊരു ഒബ്സർവേഷന് വേണ്ടി പോവുകയാണ്. ആ ഒബ്സർവേഷൻ എന്തിനാണ്? നമ്മളെ പറ്റിയുള്ള ട്രൂ നേച്ചർ അറിയാൻ വേണ്ടിയിട്ടാണ്, സമ്മാദിത്തി കിട്ടാനാണ്. സമ്മാദിത്തി എന്ന് പറഞ്ഞാൽ ശരിയായ ഉൾക്കാഴ്ച കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ഗോൾ. ഇത് ശ്രദ്ധിക്കുക, സമ്മാദിത്തി ഇവിടെ ഫൈനൽ ഗോളാണ്. അല്ലെങ്കിൽ സമ്മാസങ്കപ്പോ അല്ലെങ്കിൽ സമ്മാദിത്തി, ഇത് രണ്ടും കൂടെ കൂടിയ പ്രജ്ഞാവസ്ഥയാണ് നമ്മുടെ ഫൈനൽ ഗോൾ. ഈ ഫൈനൽ ഗോള് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ എഫേർട്ട് മുഴുവൻ നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ആദ്യം ശീലങ്ങൾ റെഡിയാക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാൻ പോകുമ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഇടയുള്ള കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വെക്കും. നമുക്ക് സമയം കളയാനില്ല. അപ്പൊ നമുക്ക് ഈ ശബരിമലയൊക്കെ പണ്ടത്തെ ബുദ്ധ വിഹാരമാണെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, വേറെ പല പരിപാടികൾക്കും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ആദ്യമേ പ്രിപ്പറേഷനാണ്, അതിനുശേഷം പിന്നെ മെഡിറ്റേഷനാണ്, അല്ലെങ്കിൽ ഒബ്സർവേഷനാണ്. അപ്പോൾ ഈ ശീലത്തിനകത്ത് 3 കാര്യങ്ങളാണുള്ളത്: റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് ലൈവ്ലിഹുഡ്, അല്ലെങ്കിൽ സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവോ, അല്ലെങ്കിൽ ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതവൃത്തി, നമ്മുടെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗം. അത് കറക്റ്റാക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് സമമാക്കുക, സമാധിയിലേക്കാക്കുക. പൂർണ്ണമായ വർക്കിംഗ് മൈൻഡ് ഉള്ളപ്പോൾ മാത്രമാണ് സമാധി പോസിബിൾ ആവുക. ചത്ത മനസ്സിന് സമാധിയില്ല. വർക്കിംഗ് മൈൻഡിന് മാത്രമേ സമമാക്കാൻ പറ്റത്തുള്ളൂ മനസ്സിനെ. മനസ്സ് വേണം അവിടെ. ഹെൽത്തി ആയ ഒരു വർക്കിംഗ് മൈൻഡ് അവിടെ ആവശ്യമാണ്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? എപ്പോഴും നമ്മുടെ ശീലങ്ങൾ മുഴുവൻ പുറത്തോട്ടുള്ള നോട്ടമാണ്. പുറത്തേക്കാണ് നമ്മുടെ അറ്റൻഷൻ മൊത്തം. നമ്മുടെ ശരീരത്തിൽ എന്താ നടക്കണം നമ്മൾ അറിയുന്നില്ല. ഒരാൾ നമ്മളോട് ചൂടാവുമ്പോഴോ, നമ്മളൊരു കാര്യം കാണുമ്പോഴോ, അറിയുമ്പോഴോ, കേൾക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ മാറി മാറി വരുന്ന അനുഭൂതിയെ പറ്റി, സെൻസേഷനെ പറ്റി നമ്മൾ ഒരിക്കലും അറിയാറില്ല. ആ സെൻസേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഓരോന്നോട് ഇഷ്ടം അനിഷ്ടം നമ്മൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ വസ്തു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സെൻസേഷനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അഡിക്ഷൻ ഒക്കെ ഉണ്ടാവുന്നത്. ഒരേ വസ്തു ഒരേ ദിവസവും കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെൻസേഷൻ കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ കൂടിയ ഡിഗ്രി അളവിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അഡിക്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നെ ഡോപ്പമിന്റെ ഒക്കെ ഉള്ള മറ്റ് സയന്റിഫിക് ആയിട്ടുള്ള മറ്റ് ബയോളജിക്കൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വേറെ ഉണ്ട്. ഇത് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിനകത്ത് സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ അജീവോ ശീലങ്ങൾ ആദ്യത്തെ 3 സ്റ്റെപ്പ്. പിന്നെ ഉള്ളത് നമ്മുടെ മനസ്സിനെ നമ്മളിലേക്ക് തിരിച്ചു വെക്കാൻ ആനപാനസതിയിലേക്ക് നമ്മൾ വരണം. അതിന് കുറച്ച് എഫേർട്ട് എടുക്കണം. നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അവരുടെ പാളിപ്പോകും. ഒരു നേരം പോലും നിൽക്കത്തില്ല. നമ്മളൊന്ന് തുടങ്ങി വരുമ്പോൾ തന്നെ നമ്മുടെ ഏതെങ്കിലും ചിന്തയിലേക്ക് പോകും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്ട്രാക്ഷനിലേക്ക് പോകും. കാര്യം നമ്മൾ ശീലിച്ചിട്ടില്ല. അപ്പൊ അതിന് റൈറ്റ് എഫേർട്ട് വേണം. സമ്മാ വിരിയോ. പിന്നെ 4 സതിപഥാനാസനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഭാഗത്ത്, മനസ്സിന്റെ 2 ഫംഗ്ഷനെയും ശരീരത്തിന്റെ 2 ഫംഗ്ഷനെയും. ഏതൊക്കെയാണ്? ശരീരത്തിൽ ശ്വാസവും, എന്തായാലും ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശ്വാസം, പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ്, അത് ശരീരത്തിന് 2 ഫംഗ്ഷനായി. പിന്നെ ഉള്ളത് നമ്മുടെ ചിന്തകളും മനസ്സിന്റെ പ്രതികരണങ്ങളും, അത് മനസ്സിന്റെ 2 ഫംഗ്ഷനായി. അങ്ങനെ 4 സതിപഥാനത്തിനകത്ത് നമ്മൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുകയാണ്. അങ്ങനെ സമ്മാസതി. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് സമമാവുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഒബ്സർവേഷനിലേക്ക് പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നോക്കുക. അവിടെയാണ് നമുക്ക് സമ്മാദിത്തി കിട്ടുന്നത്. അപ്പൊ സമ്മാദിത്തി, സമ്മാസങ്കപ്പവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അതിന്റെ പ്ലേസ് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ അത് രണ്ടും 7ഉം 8ഉമാണ്. അപ്പോ സമ്മാസങ്കപ്പം എന്ന് പറഞ്ഞാൽ റൈറ്റ് റിസോൾവ്, ഞാൻ നല്ല ഡിറ്റർമിനേഷൻ. അപ്പൊ ആ ഡിറ്റർമിനേഷനോട് കൂടിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അതിനെ കണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലെ വിലയിരുത്തുന്നു. അപ്പൊ ആ കാഴ്ചയും നമ്മുടെ ഡിറ്റർമിനേഷൻ രണ്ടും ഒരുപോലെ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമുക്ക് കിട്ടിയ ആ ഒരു ഉൾക്കാഴ്ചയെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ബാക്കിയുള്ള ശിഷ്ട ജീവിതം
ഞാൻ ചിട്ടപ്പെടുത്തും, അല്ലെങ്കിൽ എന്നെ പൂർണ്ണമായും എന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുള്ള ഒരു ദൃഢനിശ്ചയം. അതിനാണ് സമ്മസങ്കല്പം. അപ്പൊ എന്തായാലും സമ്മതിഥിയാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു ആസ്പെക്ട്. നമ്മുടെ ഗോൾ അതാണ്. ശരിയായ എന്നെ പറ്റിയുള്ള ട്രൂ നേച്ചർ, എന്നെ പറ്റിയുള്ള ഉൾക്കാഴ്ച, എന്നെ പറ്റിയുള്ള ശരിയായ അറിവ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ ഉള്ളിൽ 5 ഖണ്ഡങ്ങളാണ്. 5 ഖണ്ഡങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അനിത്യത, ദുഃഖം, അനാത്മ, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. അപ്പം അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമ്മൾ അനുഭൂതികളെ അടിസ്ഥാനപ്പെടുത്തി ഒബ്സർവ് ചെയ്ത് മനസ്സിനെ ക്ലീൻ ചെയ്ത് ഹാബിറ്റുകൾ മാറ്റി നമ്മൾ അർഹതനാവുന്നത്. ഇതാണ് അഷ്ടാംഗമാർഗം ബുദ്ധൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഓർഡർ വളരെ കൃത്യമാണ്. ഏറ്റവും ഒടുവിൽ സങ്കപ്പോ സമാധിത്തി, ഇത് രണ്ടുമാണ്. അല്ലെങ്കിൽ സമാധിത്തി സങ്കപ്പോയാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത്, നീ നിന്റെ ബുദ്ധനാവുക, നീ സ്വയം ഒരു ദ്വീപായി മാറുക, നീ നിന്നെ നിരീക്ഷിക്കുക, നിന്റെ മനസ്സിന്റെ അകത്തെ അസ്വസ്ഥതയെ കൃത്യമായി നീ മനസ്സിലാക്കുക, അതിന്റെ കാരണത്തെ മനസ്സിലാക്കുക, നീ ധമ്മത്തെ മാത്രം ആശ്രയിക്കുക, മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കുക. ധമ്മശരണം ന അന്യശരണം, മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കുക. അപ്പദീപോ ഭവ, അത് നീ നിന്റെ വെളിച്ചമാവുക, അല്ലെ നീ നിന്റെ ബുദ്ധനാവുക. അരഹതാവസ്ഥ എത്തുക, നിർവാണം എത്തുക. ഇതാണ് ശരിയായ ധമ്മത്തിന്റെ പ്രോസസ്സും ലക്ഷ്യവും. ഇനി നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇതിനകത്ത് ഒന്നിനെ നമുക്ക് വേറെ ആശ്രയിക്കേണ്ട. ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു ഗോഡ് നമുക്ക് ആവശ്യമില്ല. മനസ്സിന് അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ വിളിക്കാൻ വേറൊരു പ്രപഞ്ചശക്തിയുടെ ആവശ്യമില്ല. അറ്റൻഷൻ മാറ്റാനായിട്ട് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഒരു ഇമേജിന്റെ ആവശ്യമില്ല. ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. ഒന്നിന്റെയും ആവശ്യമില്ല. ഭിക്ഷുക്കളെല്ലാം ടീച്ചേഴ്സ് മാത്രമായിരുന്നു. അന്ന് ബുദ്ധിസം അല്ലെങ്കിൽ ബുദ്ധമതം ഒരു മതമായിരുന്നില്ല, അതൊരു ദർശനമായിരുന്നു. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന, മനസ്സും ശരീരവും അസ്വസ്ഥതകളും ഉള്ള ഏതൊരാൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫിക്ഷൻ ഇതിനകത്ത് സ്ഥാനമില്ല. റിയാലിറ്റി മാത്രമാണ് ധമ്മം. റിയാലിറ്റി അല്ലാത്തതൊന്നും ധമ്മമല്ല. ഫിക്ഷൻ ഒന്നും ധമ്മമല്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനിയാണ് ഇതിനെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്, ഇതിനെ എങ്ങനെയാണ് ഡിസ്റ്റോർട്ട് ചെയ്തത്, ഇതിനെയൊക്കെ എങ്ങനെയാണ് തമസ്കരിച്ചത് എന്ന് മനസ്സിലാവുക. ഇനി ബുദ്ധന്റെ ഇപ്പോഴത്തെ ബുദ്ധമതത്തിന്റെ അകത്തെ ധാരകൾ പലതും, അതിപ്പോ തേരവാദ ആയാലും മഹായാന ആയാലും പല സ്കൂൾ ഓഫ് തോട്ട്സ് ആയാലും ഒക്കെ ഈ ജന്മം പുനർജന്മം എന്നൊക്കെ പറഞ്ഞുള്ള ചില സങ്കല്പങ്ങളിൽ പെട്ട് കുരുങ്ങിക്കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ബുദ്ധൻ എന്താണ് ഒരു ജന്മം എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്. ബുദ്ധൻ ജീവിച്ചിരിക്കെ തന്നെയാണ് അദ്ദേഹം ജന്മം എടുക്കുന്ന പരിപാടി നിർത്തിയെന്ന് പറഞ്ഞത്. അദ്ദേഹം പിന്നീട് ബുദ്ധനായിട്ടാണ് ബാക്കി 85-ാമത്തെ വയസ്സ് വരെ ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ ഉള്ള ഓരോ സ്കൂൾ ഓഫ് തോട്ടുകൾ, അതിപ്പോ ഏതൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാവരും പറയണത് മരണത്തിന് ശേഷം ഉടനെ അടുത്ത ജന്മത്തിലേക്ക് പോവുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല ജന്മം എടുത്തിട്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് മുഴുവൻ പല ജീവികളുടെ രീതിയിൽ നമ്മളിവിടെ എത്തി എന്നൊക്കെയാണ് പറയുന്നത്. ബുദ്ധൻ പറയുന്നുണ്ട് നമ്മൾ എടുക്കുന്നതും പുനർജന്മം തന്നെയാണ്. എങ്ങനെയാണ്? ഇവിടെയുള്ള കണങ്ങൾ തന്നെ താനാണ് പിന്നെയും കൂടിച്ചേരുന്നത്. അപ്പോ അത് നമ്മളെ എടുത്തിരിക്കുന്നത് എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഒന്നും പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നില്ല, ഒന്നും നശിപ്പിക്കപ്പെടുന്നുമില്ല. എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ തന്നെയാണ് പിന്നെയും ഉണ്ടാവുന്നത്. ഫോംസ് മാറിക്കൊണ്ടിരിക്കുകയാണ്, കോമ്പോസിഷനും മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ രീതിയിലല്ല പുനർജന്മത്തിന്റെ വക്താക്കൾ പറയുന്നത്. അവർ പറയുന്നത് ഒരേ വ്യക്തി, ഏതാണ്ട് ആത്മാവെന്ന് പറയുന്ന അതേ അർത്ഥത്തിലാണ് അവരിതിനെ എടുക്കുന്നത്. അതിന് ബോധം എന്ന് പറയുന്ന വാക്കിട്ട് അതിനെ മാറ്റിയിരിക്കുന്നുള്ളൂ. അതിലേക്കാണ് ഇന്ന് നമ്മൾ വരാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ മരണാനന്തരം
അല്ലെങ്കിൽ മരണാനന്തരം ഇതൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് സയന്റിഫിക്കലി ഒന്ന് നോക്കാം. മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ബ്രെയിനാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിനിന്റെ കോശങ്ങളുടെ ഡെത്ത് സംഭവിക്കുമ്പോഴാണ് ഒരു വ്യക്തി ക്ലിനിക്കലി ഡെഡാണ് എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നു. മനസ്സിന്റെ അകത്തെ കോശങ്ങൾ ഡെഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ കോശങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഊർജ ഉൽപാദനം നിലയ്ക്കണം. അപ്പോൾ മനസ്സിന്റെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ അകത്തുള്ള കോശങ്ങളുടെ ഉള്ളിലെ ഊർജോൽപാദനം നിലയ്ക്കുമ്പോൾ ആ കോശങ്ങൾ ഡെഡാവും. ആ കോശങ്ങൾ രണ്ടാമത് റീജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ കോശങ്ങൾ ഡെഡായി കഴിയുമ്പോൾ ആള് ഡെഡാവും. അതിന് പല കാരണങ്ങളുണ്ടാവും. കാരണം ആ കോശങ്ങൾക്കുള്ളിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്ന ബ്ലഡ് അവിടെ കൃത്യമായിട്ട് എത്തണം. അത് എത്താതെ വന്നാൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് എത്തത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ ഊർജോൽപാദനം നടക്കത്തില്ല. നമ്മൾ ഓക്സിജൻ കിട്ടാതെ, ശ്വാസം കിട്ടാതെയാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓക്സിജന് പകരമുള്ള മറ്റെന്തെങ്കിലും വിഷപ്പുകയാണ് ശ്വസിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഊർജോൽപാദനം അവിടെ നിലയ്ക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആഹാരം കുറെ നാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ, ന്യൂട്രീഷൻ കിട്ടാതിരുന്നു കഴിഞ്ഞാലും ഊർജോൽപാദനം നിലയ്ക്കും, സെല്ലുകൾ ഡെഡാവും. ആ സെല്ലുകൾ ഡെഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഈ എന്താ പറയുക, രക്ത ഓട്ടം നിലയ്ക്കുന്നു, ശരീരം പേലാവും, ശരീരം വിളർന്നു. അതിനാണ് പാലർ മോട്ടിസ് എന്ന് പറയുന്നത്. അതിനുശേഷം അടുത്തത് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് സാധാരണ റൂം ടെമ്പറേച്ചറിലേക്ക് മാറും. ആ റൂം ടെമ്പറേച്ചർ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് വരുന്നത്, അതിനാണ് അൽഗോർ മോട്ടിസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നതാണ് ശരീരത്തിന്റെ എല്ലാ പേശികളും ഒക്കെ സ്റ്റിഫ് ആവുന്നു. അതിന് റിഗർ മോട്ടിസ് എന്ന് പറയും. ഇതൊക്കെ സയന്റിഫിക്കലി ഉള്ളതാണ്. അതിനുശേഷം ഉള്ളതാണ് നമ്മുടെ ബ്ലഡ് അങ്ങ് സെറ്റിൽ ഡൗൺ ആവും. കാരണം പമ്പ് ചെയ്യുന്നില്ല, ബ്ലഡ് സെറ്റിൽ ഡൗൺ ആവും. അതിന് നമ്മൾ ലിവർ മോട്ടിസ് എന്ന് പറയും. അതിനുശേഷം ശരീരത്തിന്റെ അകത്ത് എൻസൈമുകളും ബാക്ടീരിയയും വർക്ക് ചെയ്തിട്ട് പുട്രിഫാക്ഷൻ, ഗ്യാസുകൾ ഉണ്ടായി തുടങ്ങും. അതിനുശേഷം ശരീരം ഡീകമ്പോസ് ചെയ്ത് തുടങ്ങും. അതിനുശേഷം സ്കെൽറ്റനും പല്ലും ഒക്കെ മാത്രം ബാക്കി നിൽക്കും. അതിനുശേഷം ഇത് കാലക്രമത്തിൽ മണ്ണിനടിയിലേക്കാണ് പോകുന്നെങ്കിൽ ഫോസിലുകളായി മാറും. ഇതാണ് ഇതിന്റെ ഒരു പ്രോസസ്സ്. ഈ ശരീരത്തിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ അകത്തുള്ള കോശങ്ങൾ ഡെഡ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഫോണിന്റെ ചാർജ് പോകും, ഫോൺ ഡെഡായി പോകുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ടോർച്ചിന്റെ അകത്ത് ബാറ്ററി തീർന്നു കഴിയുമ്പോൾ അതിന്റെ ബൾബ് കിട്ടുപോകുന്ന പോലെ. കാരണം അതിന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള റൈറ്റ് കണ്ടീഷൻസ് അവിടെ ഇല്ല. റൈറ്റ് കണ്ടീഷൻസ് ഇല്ലെങ്കിൽ റൈറ്റ് എഫക്റ്റ്, റൈറ്റ് മാനിഫെസ്റ്റേഷൻ അവിടെ ഉണ്ടാവുന്നില്ല. ഏതൊരു സംഭവം, ഇപ്പം ഒരു തിരി കത്തണമെന്നുണ്ടെങ്കിൽ 3-4 കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതിനൊരു ഒരു തിരി വേണം, കത്താനുള്ള വസ്തു വേണം, താപ ഊർജം വേണം, ഓക്സിജൻ വേണം, ഇന്ധനം വേണം. ഇത് 4 കൃത്യമായ അളവിൽ കിട്ടുകയും വേണം. ഇപ്പൊ ചെറിയൊരു ചൂട് കൊടുത്തു കഴിഞ്ഞാൽ അത് തീയാവത്തില്ല. ആവശ്യത്തിനുള്ള തീ കൊടുത്താൽ മാത്രമേ അത് തീയായിട്ട് പിടിക്കത്തുള്ളൂ. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യം അവിടെ നിന്ന് ഇല്ലാതായാൽ ആ പ്രതിഭാസം അവിടെ ഇല്ലാതാവും. അത്രേ ഉള്ളൂ. Right conditions, right effects. Conditions changes, effect changes. Cause changes, effect changes. ഇവിടെ എങ്ങോട്ടേക്ക് പോയി എന്നാണ് പറയുന്നത്? ഏത് ആത്മാവ് എങ്ങോട്ട് പോവാൻ, അല്ലെങ്കിൽ ഏത് ബോധം എങ്ങോട്ടേക്ക് പോവാൻ? ഒന്നും എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബൾബ് കിടുമ്പോൾ ആ ബൾബിന്റെ വെളിച്ചം മറ്റെങ്ങോട്ടും ചാടി മറ്റിടത്തോട്ട് പോകണമല്ലോ, പോകുന്നില്ലല്ലോ. ഇതാണ് സത്യത്തിൽ പറയാൻ സംഭവിക്കുന്നത്. അല്ലാതെ ഈ മരണത്തിന് ശേഷം ഒരാത്മാവും എങ്ങോട്ടും പോകുന്നില്ല. ആത്മാവിന് സംഗതി തന്നെ ഇല്ല. ഒരു ബോധവും എങ്ങോട്ടും ചാടി പോകുന്നില്ല. അങ്ങനത്തെ അതൊക്കെ വെറും സങ്കല്പങ്ങളാണ്, റിയാലിറ്റി അല്ല. അതൊന്നും ധമ്മമല്ല. വാട്ട് എവർ ഈസ് സയന്റിഫിക്കൽ, വാട്ട് എവർ ഈസ് റിയലിസ്റ്റിക്, അത് മാത്രമേ ഉള്ളൂ ധമ്മം. ഫിക്ഷന് ധമ്മവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെല്ലാം ആ ധമ്മങ്ങളാണ്, ധമ്മമല്ലാത്ത കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മൾ യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പോകുന്നത്. നമ്മൾ പ്രതിയെ നമ്മൾ പുറത്തിറക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ബ്രാഹ്മണ മതത്തിന്, നമ്മൾ ഹിന്ദുമതം എന്ന് വിളിക്കുന്ന ബ്രാഹ്മണ മതത്തിന് 2 വേർഷൻ ഉണ്ട്. പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്.
ഈ രണ്ട് വേർഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം ബ്രാഹ്മണ മതം വേർഷൻ 1.0 അല്ലെങ്കിൽ 1.0, അതുപോലെ ബ്രാഹ്മണ മതം വേർഷൻ 2.0. ആദ്യത്തെ ബ്രാഹ്മണ മതം എന്ന് പറയുന്നതാണ് യാഗയജ്ഞ സംസ്കാരത്തിലുള്ള വൈദിക മതം. അന്നത്തെ ദൈവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, വരുണൻ, മിത്രൻ, അഗ്നി, വായു ഒക്കെ തുടങ്ങിയ ദൈവങ്ങളാണ്. അതൊക്കെ എവിടെ പോയി? ആ ദൈവങ്ങളും ഇല്ല. അന്നത്തെ യജ്ഞം എങ്ങനെയായിരുന്നു? വലിയ വെളിമ്പറമ്പുകളിൽ, വലിയ മൈതാനങ്ങളിൽ യാഗശാല, വർണ്ണശാല കെട്ടിയുണ്ടാക്കിയിട്ട് നടുക്ക് വലിയ യാഗാഗ്നി ആഴി കൂട്ടിയിട്ട് അതിലേക്ക് എല്ലാവരും നിരന്നിരുന്ന് യാഗത്തിനുള്ള സാധനങ്ങളെ അഗ്നിയിലേക്ക് അർപ്പിക്കുക. എന്നിട്ട് എല്ലാവരും കൂടി നിന്ന് മന്ത്രങ്ങൾ ചൊല്ലി സ്വാഹ സ്വാഹ പറഞ്ഞ് അതിലേക്ക് ഇടുക. അത് അഗ്നി കൊണ്ട് എല്ലാം മുകളിലേക്ക് കൊണ്ട് കൊടുക്കുന്നു. അവിടുന്ന് ഐശ്വര്യങ്ങൾ കിട്ടുന്നൊക്കെയായിരുന്നു അന്നത്തെ വിശ്വാസം. അപ്പം ഒരിക്കലും ഒരു ബിൽഡിങ്ങിന്റെ അകത്തല്ല യാഗം ചെയ്തുകൊണ്ടിരുന്നത്, വെളിമ്പറമ്പുകളില്ല, വലിയ മൈതാനങ്ങളിലാണ്. ഇപ്പോഴത്തെ ബ്രാഹ്മണമതം എങ്ങനെയാണ് ഈ ബിൽഡിങ്ങിന്റെ അകത്ത് എത്തിയത്? എന്നു മുതലാണ് ഇവർ ബിൽഡിങ്ങിന്റെ അകത്ത് കയറിയത്? ഈ യാഗയജ്ഞ സാധനങ്ങൾ എവിടുന്ന് ഇവർക്ക് ഇല്ലാതായി? ഇവര് പക്ഷെ പുതിയ ദൈവങ്ങളെ ഇവർക്ക് എവിടുന്ന് കിട്ടി? ഇത് രണ്ടും രണ്ട് സാധനമാണ്. ബുദ്ധന്റെ കാലത്ത് ആദ്യത്തെ വേർഷൻ 1.0 ആദ്യമേ പോയി, അത് ഡിസപ്പിയേർഡ്. ആ ദൈവങ്ങളും ഇന്നില്ല, അതൊക്കെ ആൾക്കാർ തള്ളിക്കളഞ്ഞു. ഇത് ടോട്ടലി വേറെ സാധനമാണ്. ഇവര് പറയും ഞങ്ങളുടെ അതിന് ഭയങ്കര പഴയ പുരാതന ഭയങ്കര പാരമ്പര്യം ഉണ്ടെന്ന്. അത് സാധനം വേ, ഇത് റേ, ഇത് രണ്ടും രണ്ടാണ്. ഇതെപ്പോ ഉണ്ടായി എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ധമ്മത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ഡിസ്റ്റോർട്ട് ചെയ്ത് ഇന്നത്തെ സാധനമാക്കി മാറ്റിയത് എന്നുള്ളത്. അപ്പൊ അതിലേക്കാണ് നമ്മളുടെ അടുത്ത യാത്ര. ബുദ്ധന്റെ കാലത്ത് തന്നെ, അതായത് നമുക്കറിയാം ബുദ്ധന്റെ കാലത്താണ് ഈ യാഗയജ്ഞ സംസ്കാരം നശിപ്പിക്കപ്പെടുന്നത്. കാര്യം ആൾക്കാർക്ക് കൃത്യമായിട്ട് ബുദ്ധൻ അഷ്ടാംഗമാർഗം പറഞ്ഞു കൊടുക്കുകയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ഉള്ളിലെ എന്താണെന്ന് മനസ്സിലാക്കുക, ഓരോരുത്തരും അവരവരുടെ ബുദ്ധനാവുക, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല, അവരവര് വേറെ പുരോഹിതന്റെ ആവശ്യമില്ല, നിങ്ങൾ സ്വയം ബുദ്ധരാവുക, അവനവന്റെ വെളിച്ചമാവുക. ഇത് വന്നപ്പോൾ ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ യാഗയജ്ഞ സംസ്കാരത്തിനെ കൈയൊഴിഞ്ഞു. അപ്പോൾ ബ്രാഹ്മണർക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ തന്നെ ഇന്ത്യയിലെ ജനങ്ങളെ പൂർണ്ണമായും അടിമപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടുള്ള അടിമപ്പെടുത്തൽ പോസിബിൾ അല്ല. കാര്യം ഇന്ത്യയിലെ ജനങ്ങൾ അത്രയും വാസ്റ്റ് മജോറിറ്റിയാണ്. അപ്പൊ അവിടെ പോസിബിലിറ്റി ഉള്ളത് അവരെ മെന്റലി അടിമപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ മേൽക്കോയ്മയുള്ള, അവരുടെ സുപ്പീരിയോറിറ്റി ഉള്ള, അല്ലെങ്കിൽ അവർക്ക് പ്രാമുഖ്യമുള്ള, അവരേറ്റവും ഉന്നതമാണ്, ഉന്നത കുലമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം ഇവർ ഉണ്ടാക്കിയെടുത്ത്, വർണ്ണവ്യവസ്ഥ. അത് ഉപയോഗിച്ചാണ്, അതാണ് പുരുഷ സൂക്തത്തിന് അതൊക്കെ അവർ എഴുതി വെച്ച് വർണ്ണവ്യവസ്ഥയൊക്കെ ഉണ്ടാക്കി അത് വേദങ്ങളുടെ ഭാഗമാക്കി അതിനെ നമ്മുടെ ആൾക്കാരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച് നമ്മളെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തിയത്. പക്ഷെ അതാണ് ബുദ്ധൻ പൊളിച്ചു കളഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ ആൾക്കാരുടെ മുകളിലുള്ള ഗ്രിപ്പ്, കൺട്രോൾ അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ കൺട്രോൾ തിരിച്ചു പിടിക്കണം. കുറെ കാലം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സാധാരണ ആൾക്കാരെ പോലെ ജോലി ചെയ്ത് കുറച്ചാളെ ജീവിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. നമുക്കറിയാം അശോകന്റെ കാലത്തൊക്കെ പുഷ്യമിത്ര സുംഗനൊക്കെ വെറും ഭടനായിട്ടാണ് ജോലിക്ക് കയറിയത്. അപ്പോൾ കുറെ നൂറ്റാണ്ടുകളോളം അവർക്ക് അവരുടെ മേൽക്കോയ്മ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അതായത് ബുദ്ധൻ BC 500-ലാണെങ്കിൽ അശോകന്റെ മൗര്യ സാമ്രാജ്യത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഏറെക്കുറെ AD-യിലേക്ക് തുടങ്ങി, അല്ലെങ്കിൽ അവസാനം BC അവസാനമായി. അപ്പൊ നൂറ്റാണ്ടുകൾ കുറച്ച് പിന്നിട്ടു. അപ്പോ അതുവരെ ഇവരുടെ കൺട്രോൾ കംപ്ലീറ്റ് ഇന്ത്യൻ ജനതയുടെ മുകളിൽ നിന്ന് പോയി. അപ്പൊ അത് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഫോറിൻ റിലീജിയൻ അല്ലെ ഫോറിൻ ഫിലോസഫിയെ ഇവിടെ ഇറക്കിയിട്ട് കാര്യമില്ല. കാരണം സാക്രിഫൈസ് അല്ലെങ്കിൽ യാഗം യജ്ഞം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കൺസെപ്റ്റ് അല്ല, അതൊരു സെമിറ്റിക് കൺസെപ്റ്റാണ്. അത് ഇപ്പോഴും ഉണ്ട്. ഈ അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ബ്രാഹ്മണർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇപ്പോഴും അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാരായിട്ട് അവകാശപ്പെടുന്ന യഹൂദരും അബ്രഹാമിന്റെ പിന്തുടർച്ചക്കാർ അവകാശപ്പെടുന്ന മുസ്ലിങ്ങളും ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന എന്താ പറയുക ബക്രീദൊക്കെ
ആടിനെയൊക്കെ ബലി കൊടുക്കുന്നത്. ഇത് ഇന്ത്യക്കാരുടെ ഒരു രീതിയല്ല, അത് ബ്രാഹ്മണരുടെ രീതിയാണ്, അതായത് അബ്രഹാമിയരുടെ രീതിയാണ്. അപ്പോ ഇന്ത്യക്കാർക്ക് പരിചയമുള്ള, ഇന്ത്യക്കാർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫിലോസഫിക്കകത്തോട്ട് കയറി അതിനെ കസ്റ്റമൈസ് ചെയ്ത് അതിനെ ഹൈജാക്ക് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ഇനി പോസിബിലിറ്റി ഉള്ളൂ. ഇന്ത്യക്കാരുടെ റെസ്പെക്ട് നേടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ തദ്ദേശീയരുടെ റെസ്പെക്ട് നേടണമെന്നുണ്ടെങ്കിൽ തദ്ദേശീയർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നിനകത്തോട്ട് കയറണം. അങ്ങനെയാണ് ബുദ്ധന്റെ ഭിക്ഷു സംഘത്തിനകത്തോട്ട് വളരെ വലിയ അളവിൽ ഈ ബ്രാഹ്മണർ കയറുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് ബ്രാഹ്മണരുടെ എണ്ണമായിരുന്നു തദ്ദേശീയരെക്കാൾ കൂടുതൽ. അതായത് ഏതെങ്കിലും ഒരു സംഗതി പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനകത്തോട്ട് കയറി അതിന്റെ കീ പൊസിഷൻസ്, താക്കോൽ സ്ഥാനങ്ങൾ കൈയടക്കുക എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഒരു കഴിവ് ഇവിടെയുണ്ട്. അങ്ങനെ അതിനകത്തോട്ട് കയറുകയും പിന്നെ അതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം സ്വഭാവം കാണിക്കും, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന പരിപാടി കാണിക്കും. അതിനകത്ത് ഇതുപോലെ തന്നെ കയറി അതിനകത്തൊരു ഒരു ഭിന്നത ഉണ്ടാക്കി, രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ മഹാരാഷ്ട്രയിലൊക്കെ സംഭവിച്ചതുപോലെ ശിവസേനയ്ക്കകത്തോട്ട് സ്പ്ലിറ്റ് ഉണ്ടാക്കി അവസാനം താക്കറയുടെ മകന്റെ ശിവസേന ഒറിജിനൽ ശിവസേനയല്ല, ഇപ്പോൾ സ്പ്ലിറ്റ് ഉണ്ടാക്കി പോയവന്റെ ശിവസേനയാണ് യഥാർത്ഥ ശിവസേന എന്ന് വിധിയും വന്ന് അത് മാറി അവർക്ക് ചിഹ്നം കിട്ടിയ പോലത്തെ ഒരു കണ്ടീഷനാണ് ഇനി വരാൻ പോകുന്നത്. ഇവിടെ മഹാസംഘികർ എന്ന് പറഞ്ഞൊരു വിഭാഗമായിട്ട് ഇവർ സ്വയം അങ്ങ് മാറുകയാണ് ബ്രാഹ്മണ ഭിക്ഷുക്കൾ. മറ്റവര് സ്ഥാവിരവാദം അല്ലെങ്കിൽ ട്രഡീഷണൽ വാദികളായിട്ടുള്ളവരാണ് സ്ഥാവിരവാദികൾ. ബുദ്ധന്റെ യഥാർത്ഥ അഷ്ടാംഗമാർഗവും യഥാർത്ഥ ധമ്മയും അനുശാസിക്കുന്ന, അത് പഠിപ്പിക്കുന്ന വിഭാഗമാണ് സ്ഥാവിരവാദക്കാർ. അവരോട് ബുദ്ധൻ പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങൾ ഒരിടത്തും സ്ഥിരമായി നിൽക്കരുത്, നിങ്ങൾ സ്വന്തമായി കയ്യിൽ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ചരിച്ചുകൊണ്ടേയിരിക്കണം, നിങ്ങൾ ഒരിടത്തും സ്ഥിരമായിട്ട് നിലയുറപ്പിക്കരുത്, സെറ്റിൽ ഡൗൺ. പിന്നെ വർഷകാലത്ത്, മഴക്കാലത്ത് മാത്രം നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് ഒന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാം. കാര്യം അപ്പോഴത്തെ കാലത്ത്, മഴക്കാലത്തൊന്നും അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല. അതിനുശേഷം പിന്നെയും നിങ്ങൾ ഒരിടത്ത് നിൽക്കാതെ പോയിക്കോണം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പോവില്ല. നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ സമൂഹം ഏറ്റെടുത്തോളും. ഇതായിരുന്നു ഭിക്ഷു സംഘത്തിന്റെ വിനയ റൂൾസ്. മഹാസംഘികർ അതിനെ ചെറുതായിട്ടൊന്ന് മാറ്റി. മഹാസംഘികർ പറഞ്ഞ എന്താണ്? ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടല്ലോ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഇവര് ഈ മഴക്കാലത്ത് താമസിക്കാൻ കൊടുത്ത വിഹാരങ്ങൾ അങ്ങ് സ്ഥാപനങ്ങൾ അങ്ങാക്കുകയാണ്. അവിടെ തന്നെ അങ്ങ് താമസം ഉറപ്പിക്കുകയാണ്. അവിടേക്ക് ആൾക്കാരെ വിളിച്ചു വരുത്തുന്നു. ഇവർക്ക് പ്രത്യേകമായ കഴിവുകളുണ്ടെന്നും ഇവർക്ക് ഭയങ്കര മഹത്വങ്ങളുണ്ടെന്നും ഒക്കെ ആൾക്കാരോട് പറയും. ആൾക്കാരുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. ഇത് ഈ രണ്ട് വിഭാഗക്കാർ തമ്മിൽ പ്രശ്നമായി. ഈ ഭിന്നിപ്പ് വളരെ രൂക്ഷമായി വന്ന് ഒടുവിൽ ഒരു ഘട്ടത്തില് അശോകന്റെ കാലമായപ്പോൾ ഭിക്ഷു സംഘത്തിൽ ഉണ്ടായിരുന്ന മഹാസംഘിക ചായവുള്ള ഏതാണ്ട് 45,000 ആൾക്കാരെ അശോകൻ അതിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അത് മൗര്യ സാമ്രാജ്യത്തിനോടുള്ള അവരുടെ ഒരു എതിർപ്പിന് അത് കാരണമാവുന്നുണ്ട്. ഈ മഹാസംഘികരാണ് പിന്നീട് അവരുടേതാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധന്റെ ആശയങ്ങളുടെ ധാര, അതാണ് മഹായാനം എന്ന് അവരങ്ങ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളാണ് യഥാർത്ഥ പാരമ്പര്യം അവകാശമുള്ളവര്, ഞങ്ങളാണ് യഥാർത്ഥ പാരമ്പര്യം പിന്തുടരുന്നവര് എന്ന് പറയുക. മറ്റത് ഹീനയാനം എന്ന രീതിയിലേക്ക് അതിന് പേരും ഒക്കെ വരുന്നത് അങ്ങനെയാണ് പിന്നീടാണ്. പക്ഷെ ഇവിടെ ചില പ്രത്യേക ചില കൺസെപ്റ്റുകൾ ഇവര് ഉണ്ടാക്കുന്നുണ്ട്. അവരാദ്യം പറയുന്നത്, ബുദ്ധൻ ആദ്യമേ പറഞ്ഞു അദ്ദേഹത്തിന്റെ ജന്മമെടുക്കൽ പ്രക്രിയ തീർന്നു, മരണത്തോടുകൂടി അദ്ദേഹം പൂർണ്ണമായിട്ട് തീർന്നു. അപ്പോ ആരാധിക്കാനൊന്നും ഇതിനകത്തൊന്നുമില്ല, ഒരു പൗരോഹിത്യത്തിനുള്ള സ്കോപ്പില്ല, ഒരു പൗരോഹിത്യം അവിടെ തുടങ്ങാനുള്ള ഒരു സ്കോപ്പ് അവിടെ കാണുന്നില്ല.
പൗരോഹിത്യം ഇല്ലെങ്കിൽ പിന്നെ ഈ ബ്രാഹ്മണരെ കഷ്ടപ്പെട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സംഗതി ആരാധിക്കാൻ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അത് വെച്ചിട്ട് ഈ പൗരോഹിത്യത്തിന്റെ കട തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സിദ്ധാന്തം കൊണ്ടുവരികയാണ്, ത്രികായ സിദ്ധാന്തം. ഇത് മഹാനയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. ഈ ത്രികായ സിദ്ധാന്തത്തിനകത്ത് ഒരു വ്യക്തിക്ക് 3 തരത്തിലുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. ഒന്ന് ധമ്മകായം, അതായത് എനർജി ഫോമിലുള്ള ഒരു എക്സിസ്റ്റൻസ്. അതിനുശേഷം നമ്മളുടെ ഇപ്പോഴത്തെ ഈ രൂപകായം അല്ലെങ്കിൽ നിർമ്മാണകായം. അതിനുശേഷം നമ്മളുടെ ഈ ജീവിതകാലത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്ന സംഭോഗകായം, മരണാനന്തര കായം, സംഭോഗകായം, മരണത്തിന് ശേഷമുള്ള ഒരു എക്സിസ്റ്റൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്, സയന്റിഫിക്കലി നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞത് ഇതുകൊണ്ടാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഈ കായ സിദ്ധാന്തങ്ങളൊക്കെ തെറ്റാണ്, റിയാലിറ്റി അല്ല, ഇത് ധമ്മവിരുദ്ധമാണ്. അതുപോലെ ഇവരുണ്ടാക്കിയത് എങ്ങനെയാണ് ഈ സംഭോഗകായം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് മരണത്തിന് ശേഷമുള്ള അല്ലെങ്കിൽ രൂപകായത്തിന് ശേഷം സംഭവകായത്തിലേക്ക് അത് എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? അതിനാണ് ഈ മരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ മൊമെന്റിൽ നമ്മുടെ മനസ്സിന്റെ ആ അന്നേരത്തെ മാനസിക അന്തരീക്ഷം, അന്നത്തെ ആ ബോധം, അന്നത്തെ ആ ഭാവം എന്താണോ അതിനനുസൃതമായിരിക്കും അടുത്ത ജന്മത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടുക. അവിടെ അതിന് പേരിട്ടിരിക്കുന്നത് പ്രതിസന്ധി വിജ്ഞാന അല്ലെങ്കിൽ പ്രതിസന്ധി ചിത്ത അല്ലെങ്കിൽ പ്രതിസന്ധി ചിത്തം. പ്രതിസന്ധി രണ്ട് കായങ്ങൾ തമ്മിൽ സന്ധിപ്പിക്കുന്നതാണ്. അതായത് മരണസമയത്ത് ഒടുവിലത്തെ മനസ്സിന്റെ ആ അന്തരീക്ഷം, ആ ഭാവം എന്താണ്, അവസാനത്തെ ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചാണ് അടുത്ത മൊമെന്റിലെ അയാളുടെ ജന്മം. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോവാ പുനർജന്മം. ഇവിടെ യഥാർത്ഥ മരണത്തിന്റെ നമ്മൾ പറഞ്ഞ സയന്റിഫിക്കൽ സംഭവത്തിനകത്ത് ഇങ്ങനത്തെ സംഗതി നടക്കുന്നില്ല. കോശങ്ങളുടെ ഊർജം നശിക്കുമ്പോഴാണ് മനസ്സ് ഇല്ലാതാവുന്നു, മനുഷ്യന്റെ മസ്തിഷ്കം മരിച്ചു പോകുന്നു. അല്ലാതെ ഒന്നും എങ്ങോട്ടും ചാടിപ്പോകുന്നില്ല. പക്ഷെ ഇത് കൺസെപ്റ്റുകൾ, വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയാണ്, സങ്കല്പ ഭാവനകളാണ്. അപ്പൊ ബുദ്ധനാണെങ്കിൽ എന്താ, ബുദ്ധൻ ജീവിച്ചിരിക്കുമ്പോൾ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രത്യേക ആഗ്രഹങ്ങളോ ഇതൊന്നുമില്ല. മനസ്സ് ഭാവരഹിതമായി, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമോ അനിഷ്ടമോ ഒന്നുമില്ല. മനസ്സ് നിർമ്മലമായി അദ്ദേഹം നിർവ്വാണാവസ്ഥയായി. അദ്ദേഹം മരിച്ചാൽ പ്രത്യേകിച്ച് മനസ്സിന്റെ അവസാനം അദ്ദേഹത്തിന് വേറെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും മരിക്കുമ്പോൾ കാണത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ പുതിയ ജന്മം എടുക്കത്തില്ല. പക്ഷെ ബുദ്ധാവസ്ഥയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും നിർവ്വാണം പ്രാപിക്കാനും പറ്റാതെ ബോധിസത്വന്മാരായിട്ട് തന്നെ ജീവിച്ച് മരിക്കുന്നവർ, ബോധിസത്വൻ പറഞ്ഞാൽ ബുദ്ധാവസ്ഥയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, പരിശ്രമിക്കുന്നവർ, അവര് മനസ്സ് പൂർണ്ണമായിട്ടും ക്ലീൻ ആക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ, മനസ്സിനകത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കി വെച്ചുകൊണ്ടിട്ടാണ് മരിക്കുന്നതെങ്കിൽ, അവരടുത്ത മൊമെന്റിൽ അടുത്ത സംഭോഗകായത്തിലേക്ക് അവർ പോവുകയാണ്. എന്നിട്ട് ഇവർ കഥയുണ്ടാക്കി. ചിലർക്ക് അങ്ങനെ ആൾക്കാരെ സഹായിക്കാനുള്ള ഉത്കടമായ ആഗ്രഹമുള്ള ബോധിസത്വന്മാർ, അതായത് ആൾക്കാരോടുള്ള അനന്തമായ കരുണയും മൈത്രിയും അങ്ങനെ ഉള്ളിൽ കിടന്ന് അങ്ങ് കംപ്ലീറ്റ് അങ്ങോട്ട് എന്താ പറയുക, തിളച്ചു മറിഞ്ഞ് കുമിഞ്ഞ് കവിഞ്ഞ് പുറത്ത് ചാടിയ ആൾക്കാര് ആ ആഗ്രഹം മനസ്സിൽ നിന്ന് സൂക്ഷിക്കുന്നു. അതിന്റെ അർത്ഥം ബുദ്ധൻ അങ്ങനത്തെ യാതൊരു കരുണയും ഇല്ലായിരുന്നു അതിന്റെ അർത്ഥം പറയുന്നത്. അപ്പോ ഇവർക്ക് മാത്രമുള്ള അത്തരം ആഗ്രഹങ്ങൾ. അങ്ങനെ ബോധിസത്വന്മാർ കുറച്ചു പേര് ആ ആഗ്രഹത്തോടു കൂടി അങ്ങ് മരിക്കുന്നത് എന്തിനാണ്? അവർക്ക് നിർവ്വാണം വേണ്ടാന്ന് നമുക്ക് വേണ്ടി വെച്ചിരിക്കുക. എന്തിനാണ്? സംഭോഗകായത്തില് അവരടുത്ത വിഹാരത്തിലേക്ക്, അടുത്ത ബ്രഹ്മവിഹാരത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മളെ സഹായിക്കാൻ ഇങ്ങനെ ഇരുകൈ നീട്ടിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ബുദ്ധനെ വിളിച്ചിട്ടൊരു കാര്യമില്ല, അങ്ങനെ എന്തായാലും പോകത്തില്ല. ബോധിസത്വന്മാരെ വിളിച്ചാൽ അവരെ ഒരു ഇരിപ്പുണ്ട്. അവരെ എങ്ങനെ വിളിക്കണം? അവരുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കണം. അവരുമായിട്ട് എങ്ങനെ സമ്പർക്കം ഉണ്ടാക്കണം? ധ്യാനത്തിൽ കൂടെ സമ്പർക്കം ഉണ്ടാക്കണം. അപ്പോ കംപ്ലീറ്റ് ഇതിന്റെ അർത്ഥം മാറുകയാണ്. അപ്പൊ ത്രികായ സിദ്ധാന്തം കൊണ്ടുവരുന്നു. പ്രതിസന്ധി ചിത്തം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് സംഭോഗകായത്തിലേക്ക് പോകുന്ന കണ്ടീഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ സംഭോഗകായത്തിൽ കൂടെ പോകുന്ന ആൾക്കാര് അവിടെ അഭൗമ ശക്തികളായിട്ട് അവിടെ നിലനിൽക്കുകയാണ്.
അപ്പോ ചീത്തയായ ഒരു മനസ്സുമായിട്ടാണ് ഒരുത്തൻ ദുഷ്ട മനസ്സുമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ദുഷ്ടശക്തിയായി, നല്ല മനസ്സുമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ ബോധിസത്വൻ നല്ല ശക്തിയായി, സുശക്തിയുമായി, അല്ലെങ്കിൽ ചിലർ ദുർമൂർത്തികളും ചിലർ എന്താ പറയാ, നന്മയുടെ മൂർത്തികളുമായിട്ട് ഇങ്ങനെ നിൽക്കും. ദുർദേവതകൾ, സദ്ദേവതകൾ. അത് 31 തരം ലോകങ്ങളുണ്ടത്രേ, മരണാനന്തര ലോകങ്ങൾ, വിഹാരങ്ങൾ, ബ്രഹ്മവിഹാരങ്ങൾ. അതിനകത്ത് ചിലത് ഹംഗ്രി ഗോസ്റ്റ്, അതായത് ദാഹിച്ച് എന്താ പറയാ, വിശപ്പ് കൊണ്ട് നടക്കുന്ന ഗോസ്റ്റുകൾ, പിശാചുക്കൾ, യക്ഷികൾ, ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഒക്കെ. അങ്ങനെ നല്ലതിന്റെയും ചീത്തതയുമായിട്ടുള്ള കുറെ ലോകങ്ങൾ, 31 തരം ലോകങ്ങൾ. ഇങ്ങനത്തെ ഒരിടത്തും പ്രകൃതിയിൽ നടക്കാത്ത സാധനങ്ങൾ, ശുദ്ധ തട്ടിപ്പുകൾ ഇതിലേക്ക് കയറ്റിയാണ് മഹായാൻ എന്ന് പറയുന്ന ഒരു സ്കൂള് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനകത്ത് ഉദ്ദേശം എന്താണ്? ആരാധിക്കാൻ ആരെങ്കിലും ഉണ്ടാക്കണം, എന്നിട്ട് ആൾക്കാരെ ആ ആരാധനയിലേക്ക് കൊണ്ടെത്തിക്കണം, എന്നിട്ട് അവരെ വെച്ച് കാശ് പിടുങ്ങണം. അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു അഭിധമ്മ പിടകം എന്ന് പറയുന്ന ഒരു പിടകം ബുദ്ധന് ശേഷം ഏതാണ്ട് കുറെ കാലത്തിന് ശേഷം ഉണ്ടാക്കി. അത് പറയുന്നത് ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള സാരിപുത്തനോട് ബുദ്ധൻ തന്നെ മരണത്തിന് ശേഷം ഏതോ ഒരു വിഹാരത്തിൽ പോയി അവിടുന്ന് അദ്ദേഹം തിരിച്ചു വന്ന് ഇദ്ദേഹത്തോട് സ്വപ്നത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയാ പറയുന്നത്. അപ്പം ഈ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഇവർ ഈ പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ ലോകത്ത് ഈ എക്സിസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ എക്സിസ്റ്റൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ്, റിയാലിറ്റിയിൽ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ബുദ്ധൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബുദ്ധന്റെ അമ്മയായിട്ട് അവിടെ, അപ്പൊ അമ്മ അവിടെ ഉണ്ട്, നേരത്തെ മരിച്ചു പോയതാ മഹാമായയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം മഹാമായ മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ജ്ഞാനോദയം കിട്ടിയിട്ടില്ല, ബോധോദയം കിട്ടിയിട്ടില്ല. അപ്പൊ അത് എന്താണ് ബോധോദയം, എൻലൈറ്റൻമെന്റ് എന്താണ്, അദ്ദേഹത്തിന്റെ കൃത്യമായ തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അത് മഹാമായയോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം കൂടുതലായിട്ടുള്ള എന്താ പറയുക, മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അത് സാരിപുത്രനോട് പറഞ്ഞു. സാരിപുത്രൻ ഒരു ബ്രാഹ്മണ ഭിക്ഷുവാണ്, ഓർക്കണം. അങ്ങനെ ബുദ്ധന് മനസ്സറിവില്ലാത്ത ഒരു അഭിധമ്മ പിടകം ത്രിപിടകത്തിലെ 3ാമത്തെ പിടകമായിട്ട് കുത്തിക്കയറ്റിയിട്ടുണ്ട്. അതിപ്പം തേരവാദക്കാരും അത് ബുദ്ധിസത്തിന്റെ ത്രിപിടകത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഈ തേരവാദക്കാരും ഇപ്പൊ ഇതുപോലെ നമ്മുടെ മരണാനന്തര ജീവിതത്തെ പറ്റിയും ഇതുവരെ വന്നത് പല ജന്മങ്ങളെടുത്താണ് വന്നതെന്നും വിശ്വസിക്കുന്നുണ്ട്. ജാതക കഥകൾ എന്ന് പറഞ്ഞ കഥകൾ ഉണ്ടാക്കി ഏതാണ്ട് 500 വർഷത്തിന് ശേഷം ഉണ്ടാക്കിയതാണ് ആ ജാതക കഥകൾ. AD 500 ഉണ്ടായതാണ്. ബുദ്ധന് മനസ്സറിവില്ലാത്തതാണ്. ഇതെല്ലാം ബുദ്ധൻ പറഞ്ഞു എന്നും പറഞ്ഞാൽ ഉണ്ടാക്കുന്നത്. ബുദ്ധൻ ഒരു ജന്മത്തിൽ ആടായിരുന്നു, പിന്നെ ഒരു ജന്മത്തിൽ പട്ടിയായി, പിന്നെ ഒരു ജന്മത്തിൽ കഴുതി എന്ന രീതിയിലാണ് കഥകൾ ഉണ്ടാക്കുന്നത്. ബുദ്ധൻ പറഞ്ഞ ജന്മത്തിന്റെ അർത്ഥം എന്താണ്? മൊമെന്റ് ടു മൊമെന്റ് ഐ ആം ടേക്കിംഗ് ബർത്ത് എന്നാണ്. ഹ്യൂമൻ ബീയിങ് ഇസ് ബിക്കമിങ്, എവരി മൊമെന്റ് ഐ ആം ചേഞ്ചിങ്. അതാണ് യഥാർത്ഥത്തിൽ ഇംപെർമനൻസ്, അതാണ് അനിത്യത, അതാണ് ജന്മം എടുക്കുക എന്ന് പറയുന്ന വാക്കുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിച്ചത്. ഇവർ പറയുന്നത് എന്താണ്? ഒരു സമയത്ത് പട്ടിയായിരുന്നു, പിന്നെ പശുവായിരുന്നു, പിന്നെ ആടായിരുന്നു, പൂച്ചയായിരുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ ബുദ്ധന് മനസ്സറിവില്ലാത്ത ഒത്തിരിയേറെ സാധനങ്ങൾ ബുദ്ധന്റെ പേരിലുണ്ട്. അഭിധമ്മ പിടകം ബുദ്ധൻ പറഞ്ഞതൊന്നുമല്ല, ഇത് ബ്രാഹ്മണ ഭിക്ഷുക്കളുടെ തലമണ്ടയിൽ ഉദിച്ച ചില ആശയങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ ജാതകഥകൾ എന്ന് പറയുന്ന കഥകളും ഇതൊക്കെ നമ്മുടെ കൊച്ചു പിള്ളേരോട് പോലും തേരവാദക്കാർ പോലും പറഞ്ഞു പഠിപ്പിക്കുന്ന സാധനമാണ്. ഒക്കെ തെറ്റായ ധമ്മവിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പം മഹായാനയുടെ ഒരു ഫ്രെയിംവർക്ക് ഇതാണ്. ത്രികായ സിദ്ധാന്തവും പ്രതിസന്ധി ചിത്തവും അതുപോലെ ബോധസത്വന്മാർ ചെന്നിരിക്കുന്ന 31 തരം പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസും. അപ്പോ യഥാർത്ഥ അഷ്ടാംഗമാർഗം പഠിക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് പൊള്ളത്തരം മനസ്സിലാവും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? യഥാർത്ഥ അഷ്ടാംഗമാർഗം പഠനങ്ങൾ പഠിപ്പിക്കുന്ന ഭിക്ഷുക്കളെ തല്ലി ഓടിച്ചു. കാരണം അശോകന്റെ കാലശേഷം മൗര്യ രാജവംശം ഇവർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പുഷ്യമിത്ര സുങ്കൻ അധികാരത്തിലേറി ഭിക്ഷുക്കളുടെ തലയ്ക്ക് സ്വർണ്ണ നാണയ ഇനാം പ്രഖ്യാപിച്ചു. അവരെ ഇന്ത്യയിൽ നിന്ന് ആട്ടി ഓടിച്ചു, കൊന്നൊടുക്കി. അപ്പൊ യഥാർത്ഥ അഷ്ടാംഗമാർഗം നമ്മൾ പിന്നെ പഠിക്കില്ല. അതുപോലെ തന്നെ അതറിയാവുന്ന പബ്ലിക്കിന്റെ
വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിച്ചു, വിദ്യ നിഷേധിച്ചു. അവരെ അശുദ്ധ ജാതിക്കാരാക്കി, അയത്ത് ജാതിക്കാരാക്കി. അതിലേക്ക് നമ്മൾ പിന്നീട് വരാം. എന്നിട്ട് ഇവർ ഒരു അഷ്ടാംഗ മാർഗം ഇവർ തന്നെ ഉണ്ടാക്കി. അതിന്റെ സീക്വൻസ് ആണ് ഇത് ഇനി കാണിക്കുന്നത്. ഇതിലെന്താണ്? ഇതിൽ ആദ്യം കാണിക്കുന്നത് പ്രജ്ഞയാണ്. പേരൊക്കെ സെയിം ആണ്. സമ്മാദിദ്ധി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്ത, സമ്മാ ജീവോ, സമ്മാ വിരിയോ, സമ്മാ സത്യ, സമ്മാ സമാധി. പേരുകളൊക്കെ ശരിയാ, പക്ഷെ ഓർഡർ കംപ്ലീറ്റ് തെറ്റാ. ഓർഡർ മാത്രമല്ല, ഇതിന്റെ അർത്ഥവും മാറി. നിങ്ങൾ മഹായാനയുടെ ഇതിനകത്ത് അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഡിഫറൻസ്. സമാധിത്തി, ശരിയായ കാഴ്ചപ്പാട്, ജീവിതത്തെ പറ്റി ഉയർച്ച ഒരു സമഗ്രമായ ശരിയായ ഒരു കാഴ്ചപ്പാട് വേണം. അതല്ലല്ലോ ഇതിന്റെ അർത്ഥം. സമ്മാദിത്തി എന്ന് ബുദ്ധൻ ഉദ്ദേശം എന്താണ്? നമ്മളെ പറ്റിയുള്ള ട്രൂ നേച്ചർ, നമ്മുടെ ഇൻസൈറ്റ് ആണ് ഉദ്ദേശിച്ചത്. അതല്ല ഇവർ പറയണത്. അപ്പൊ ഇത് പറയുന്നത് ഈ 8 കാര്യങ്ങളുണ്ട്. അത് അത്ര ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നുമല്ല. അത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചെയ്താൽ മതി, പാലിച്ചാൽ മതി. പിന്നെ ഏറ്റവും ഒടുവിൽ സമാധിയാണ്. നമുക്കവിടെ എന്തായിരുന്നു? മനസ്സിനെ സമമാക്കുക എന്ന് പറയുന്ന സമാധി എന്ന് പറയുന്നത് നമ്മളുടെ അടുത്ത പ്രജ്ഞയിലേക്കുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. ഇവിടെ അതല്ല. ധ്യാനം. ആരുമായിട്ട് ധ്യാനിക്കണം? ബോധിസത്വന്മാരെ ധ്യാനിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് കൊണ്ട് വെച്ചിരിക്കുന്നത് സമാധി. അതാണ് ഇപ്പൊ നമ്മുടെ ഈ നെയ്യാറ്റിക്കരയൊക്കെ ഉണ്ടായ സമാധി 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 എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഇത് മാറ്റിമറിച്ചത് ഇവിടെയാണ്, മഹായാനയാണ്. അപ്പോ ഏറ്റവും ഒടുവിൽ കൊണ്ടേ സമാധി കൊണ്ട് വെച്ചു. ആ സമാധിക്ക് ശേഷമുള്ള ഫൈനൽ ഗോൾ എന്താണ്? ബോധിസത്വന്മാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൽ. അതിലൂടെ ബോധിസത്വന്മാർ, അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ബോധിസത്വന്മാരായിട്ടാണോ അതിനനുസരിച്ചുള്ള ധ്യാന പ്രക്രിയ വേണം ചെയ്യാൻ. എന്നിട്ട് വേണം ആ സമാധിയിൽ എത്തിയിട്ട് വേണം ആ ബോധിസത്വന്മാരുമായിട്ട് നമുക്ക് ബന്ധം കിട്ടാനായിട്ട്. അതിനുള്ള പ്രത്യേക മന്ത്രങ്ങൾ, പ്രത്യേക ജപങ്ങൾ ഒക്കെ നമുക്ക് ആ സമാധിക്ക് വേണ്ടി. പിന്നെ സമാധി വേറൊരു പ്രത്യേക സംഭവമായിട്ട് പോവുകയാണ്. ധ്യാന ബുദ്ധിസം തുടങ്ങുകയാണ് ഇവിടെ. ഇങ്ങനെയാണ് ഈ ബുദ്ധിസത്തിന് ധ്യാന ബുദ്ധിസവും ഓരോരുത്തർ ഇങ്ങനെ കുത്തിയിരുന്ന് ധ്യാനിക്കുന്ന പരിപാടി. അല്ലെങ്കിൽ ആദ്യത്തെ ബുദ്ധന്റെ കാലത്ത്, ധമ്മത്തിന്റെ സമയത്ത് ഭിക്ഷുക്കളോടത്ത് ഇരിക്കുന്ന ആൾക്കാരല്ല, അവർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാടും മലകളും പുഴകളും നദികളും ഒക്കെ കയറി ഇറങ്ങി നടന്നാണ് അവർ വന്നത്. നമ്മൾ ചണ്ടാല ഭിക്ഷുവിക്കകത്ത് നമ്മൾ കാണുന്നുണ്ട്, ദാഹിച്ച് വലഞ്ഞു വരുമ്പോഴാണ് വെള്ളം തരാൻ പറയുന്നത്. അവരൊരിടത്ത് ഇരിക്കത്തില്ല. മഹായാന ഭിക്ഷുക്കൾ ഒരിടത്തോട്ടൊന്നും യാത്ര ചെയ്യത്തില്ല. അവരിയ്ക്കുക, ധ്യാനിക്കുക. എന്നിട്ട് പറയുന്നത് എന്താണ്? ഈ ബോധസത്വൻ എനിക്ക് പ്രത്യക്ഷനായി, അല്ലെങ്കിൽ എന്നിൽ പ്രസാദിച്ചു, എനിക്ക് സിദ്ധി കിട്ടി, സിദ്ധനായി, പ്രത്യേക സിദ്ധി. കാനാടിമഠം ചാത്തൻ സേവ, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, പല പല പേരുകളൊക്കെ ഉണ്ട്. സിദ്ധന്മാർക്കും ബാബമാർക്കും ഇന്ത്യയിൽ ഒരു പഞ്ഞമില്ലാതെ വരുന്നുണ്ട്. എന്താ? ഓരോരുത്തർക്കും അവരവരുടെ മൂർത്തികളുണ്ട്. ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓർഡർ മാറ്റിമറിച്ചു. അഷ്ടാംഗ മാർഗത്തിന്റെ മഹായാനയുടെ ഓർഡർ വേറെയാണ്. ഇത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് എന്തിനാണ് മാറ്റിമറിച്ചതിന്റെ പർപ്പസ് എന്താണ്? ഒറിജിനൽ അഷ്ടാംഗ മാർഗത്തിന്റെ പർപ്പസ് എന്തായിരുന്നു? ഇവിടെ ഒരു ആരാധനാമൂർത്തി വേണം. ആ മൂർത്തിയെ ഉപാസിക്കുന്ന ഉപാസകന് കുറച്ച് സിദ്ധികൾ കിട്ടും. അങ്ങനെ അയാൾ സിദ്ധനാവും, അയാൾ മന്ത്രവാദിയാവും, ദുർമന്ത്രവാദിയാവും, സന്മന്ത്രവാദിയാവാം. അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക, ആൾക്കാരെ പേടിപ്പിക്കുക, അവരെ പറഞ്ഞു പറ്റിക്കുക, അങ്ങനെ അവരിൽ നിന്ന് കാശ് പിടുങ്ങുക. അങ്ങനെ ശാസ്ത്രീയമായിരുന്ന ധമ്മത്തെ വെറും ഫിക്ഷൻ ബേസ്ഡ് ധ്യാന ബുദ്ധിസമാക്കി മാറ്റി. അങ്ങനെയാണ് ഈ ധ്യാന ബുദ്ധിസമാണ് പിന്നീട് ചാൻ, സെൻ ഒക്കെ ആയി മാറുന്നത്. അങ്ങനെയാണ് മഹായാനയുടെ പിരിവുകളായിട്ട് മാറിപ്പോകുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേയേറെ ബുദ്ധനേക്കാളും വലിയ മഹത്വമുള്ള, കാരണം ആൾക്കാരോട് പറഞ്ഞു തന്നെ ബുദ്ധൻ
ഇനി ബുദ്ധനെ പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. കാര്യം പുള്ളിക്കാരൻ അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. പുള്ളിക്കാരന് പ്രത്യേകിച്ച് മനസ്സിൽ ആഗ്രഹങ്ങൾ. അസമയം നിങ്ങളോടുള്ള എന്താ പറയാ അനന്തമായ കരുണയും കമ്പാഷനും ഒക്കെ കൊണ്ട് കുറെ പേര് ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട് അന്തരീക്ഷത്തിൽ. അവലോകിതേശ്വരൻ കമ്പാഷന്റെ ഏറ്റവും വലിയ ബോധസത്വനാണ്. ഓം മാനി പത്മേഹും, ഓം മാനി പത്മേഹും, ഇതാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജപിക്കാനുള്ള മന്ത്രം. അതുപോലെ വജ്രപാണി എന്ന് പറയുന്ന ഒരാളെ ഒരു സങ്കല്പത്തിനെ ഉണ്ടാക്കി. അതായത് എല്ലാ ബുദ്ധന്മാരെയും എല്ലാവരെയും രക്ഷിക്കുന്ന ഏറ്റവും ശക്തനാണ് വജ്രപാണി. വജ്രായുധം, ഇന്ദ്രന്റെ വജ്രായുധം കൊടുത്താണ് വജ്രപാണി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ദ്രന്റെ കൺസെപ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ ഇവർക്ക് നമ്മൾ ഒരു കാര്യം ഓർക്കണം, ബ്രാഹ്മണവധം വേർഷൻ 1 പോയി, അത് കംപ്ലീറ്റ് പോയി. അപ്പൊ ഒരു വേർഷൻ 2 ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുപോലെ തന്നെ പത്മസാംഭവൻ എന്ന് പറയുന്ന വേറൊരു ബോധിസത്വൻ, താരാദേവി, അത് കാളി എന്നും പറയപ്പെടും, മഞ്ജുശ്രീ, അമിതാഭ് ബുദ്ധ, ഇനി വരാൻ പോകുന്ന മൈത്രേയ ബുദ്ധ, അങ്ങനെ തുടങ്ങി കുറെ ആൾക്കാരെ അങ്ങ് കൂട്ടി ചേർക്കാൻ ഇതിൻ്റെ അകത്ത്. ഈ അവലോകിതേശ്വരനാണ് പിന്നീട് ശിവനായി മാറുന്നത്. അദ്ദേഹത്തെ പിന്നെ വിളിച്ച് ശിവനാക്കി. അവലോകിതേശ്വരൻ എന്നുള്ള വലിയ ബുദ്ധിമുട്ടുള്ള പേരൊക്കെ മാറി ശിവനായി. പത്മസാംബവനാണ് പിന്നെ സാംബശിവനാണ്. അപ്പൊ അതിനകത്ത് ഈ മഹായാനയ്ക്കകത്ത് എല്ലാവരും സവർണർ മാത്രമല്ല, കുറെ ആൾക്കാർ അല്ലാത്തവരും ഇതിനകത്ത് കയറി കൂടുന്നുണ്ട്. തന്നെയുമല്ല, യഥാർത്ഥത്തിലുള്ള ധമ്മം പഠിപ്പിക്കുന്ന ഭിക്ഷുക്കളെ ഇല്ലാതാക്കുകയും അവരെ കൊന്നൊടുക്കുകയും അവരെ ഫോളോ ചെയ്തുകൊണ്ടുള്ള ആൾക്കാരെ അയിത്തജാതിക്കാരാക്കുകയൊക്കെ ചെയ്തതോടുകൂടി ഇതിനകത്ത് മറ്റ് ചില വലിയ ഒരു ജനവിഭാഗം, തദ്ദേശീയ വിഭാഗങ്ങൾ ഇതിലേക്ക് മഹായാനയിലേക്ക് പോകുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള അഷ്ടാംഗമാർഗം പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തവരൊക്കെ ഈ പറയുന്ന ആരെങ്കിലും വിളിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെങ്കിൽ പിന്നെ അങ്ങനെ വിളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഈ ഒരു വിശ്വാസത്തിന്റെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് തന്നെ സവർണർക്ക് മാത്രമായിട്ടൊരു വൈഷ്ണവ സെക്ട് പിന്നീട് ഉണ്ടാവുന്നു. അവലോകിതേശ്വരന്റെയാണ് ശൈവ സെക്ട് വരുന്നത്. അങ്ങനെയാണ് പിന്നീട് ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമാക്കി പ്രചരിപ്പിക്കുന്നത്. ബുദ്ധനെ വിഷ്ണു ആക്കിയതിനു ശേഷം ഇവർ പ്രചരിപ്പിക്കുന്ന മറ്റൊരു തന്ത്രമുണ്ട്. ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമായി കഴിയുമ്പോൾ ദുഷ്ടന്മാരെ നിഗ്രഹിക്കണമല്ലോ. കാരണം അവതാരം എടുക്കുന്നത് എപ്പോഴും, വിഷ്ണു അവതാരം എടുക്കുന്നത് എപ്പോഴും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണ്. എല്ലാവരുടെയും കയ്യിൽ അതുകൊണ്ട് സർവ ആയുധങ്ങളും ഉണ്ട്. അമ്പും വില്ലും കത്തിയും കോടാലിയും മഴവും വാളും കുന്തവും എല്ലാ കുന്തവും ഉണ്ട്, മലപ്പുറം കത്തി അടക്കം. പക്ഷെ ബുദ്ധൻ അങ്ങനെ അല്ലല്ലോ. അപ്പൊ എങ്ങനെയാ പുള്ളി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നത്? അതായത് ബുദ്ധന്റെ വചനങ്ങൾ കേൾക്കുന്നവർ സ്വാഭാവികമായും ദൈവത്തിൽ നിന്നകലും. കാരണം അവർക്ക് ദൈവത്തെ വേണ്ട, ആരാധനാമൂർത്തികളെ വേണ്ട. അപ്പം ദൈവത്തെ ധിക്കരിക്കുന്നവർ എവിടെ പോകും? നരകത്തിൽ പോകും. അങ്ങനെയാണ് ബുദ്ധൻ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമാണ്, നമ്മൾ റെസ്പെക്ട് ഒക്കെ ചെയ്യണം. പക്ഷെ ബുദ്ധൻ പറയുന്നൊന്നും കേൾക്കരുത്. ബുദ്ധന്റെ യഥാർത്ഥ വചനങ്ങൾ നമ്മൾ കേൾക്കരുത്. എങ്ങനെയുണ്ട് ബുദ്ധി? ഇതാണ് അവിടെ പ്രയോഗിച്ചത്. അപ്പൊ ബുദ്ധന്റെ വചനങ്ങൾ കേൾക്കുകയോ യഥാർത്ഥത്തിലുള്ള വചനങ്ങളെ പറ്റി ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യാൻ പാടില്ല. അപ്പൊ ഒരു പടിക്ക് രണ്ട് പക്ഷി. ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമാക്കി, മഹായാനയുടെ ഭാഗമാക്കി, അല്ലെങ്കിൽ ആ ഒരു വൈഷ്ണവ സെക്റ്റിന്റെ ഭാഗമാക്കി, അതോടൊപ്പം തന്നെ വിഷ്ണുവിനെ താഴെയാക്കി. എന്നാൽ ബുദ്ധന്റെ വചനങ്ങൾ ആരും കേൾക്കുകയുമില്ല. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബുദ്ധന്റെ കാലത്ത് തന്നെ ബുദ്ധന്റെ ധമ്മശാസനങ്ങളെല്ലാം സംസ്കൃതത്തിൽ എഴുതണം എന്നുള്ളൊരു ഡിമാൻഡ് ഈ പറയുന്ന കൂടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണ ഭിക്ഷുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ബുദ്ധൻ അത് അപ്പോഴൊക്കെ അതിനെ നിരാകരിക്കുകയും, നമ്മൾ പറയുന്നത് സാധാരണ ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ തന്നെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ പാലിയിലെ ഞാനിത് എഴുതുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പാലിയിലെ ഞാനിത് പറയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് എഴുത്തില്ല. അപ്പൊ അങ്ങനെയാണ് ആനന്ദനെ തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത് ഗൗതം ബുദ്ധൻ. പക്ഷെ മഹായാനയുടെ കാര്യങ്ങളെല്ലാം സംസ്കൃതത്തിലാണ്. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവരുത്. ഇത് ഈ മൂർത്തിയും ആ മൂർത്തിയെ ഉപാസിക്കുന്ന സിദ്ധനും മാത്രം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. സാധാരണക്കാരൻ കാര്യങ്ങളൊന്നും അറിയണ്ട. അവൻ കൈ കൂപ്പി പിടിച്ച് ഉള്ള ദക്ഷിണയും കൊടുത്ത് പോയാൽ മതി. അല്ലാതെ എല്ലാവരും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് എല്ലാവരും അവനവന്റെ ബുദ്ധനായി കഴിഞ്ഞാൽ പിന്നെ ഈ കച്ചവടം നടക്കുകയില്ല. അതുപോലെ ഓരോ ബോധിസത്വനെയും ഫോക്കസ് ചെയ്ത് ധ്യാനിക്കാൻ വേണ്ടി പ്രത്യേക ജപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവ മന്ത്രങ്ങളായി മാറുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന ഓം മാനി പത്മേഹം പോലെ ഓരോ മന്ത്രങ്ങൾ, മൂലമന്ത്രം എന്ന് പറയും. അങ്ങനെ മൂലമന്ത്രങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ വജ്രപാണിയെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു വിഭാഗത്തിനാണ് വജ്രയാനം എന്ന് പറയുന്നത്. മഹായാനയ്ക്ക് തന്നെയുള്ള ഓരോരോ പിരിവുകളാണ്. മന്ത്രങ്ങളുടെ ആ ഒരു മേഖല വന്നപ്പോൾ അതെല്ലാം മന്ത്രയാനം. വജ്രയാനവും മന്ത്രയാനത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഇഷ്ട അവതാരത്തെ ധ്യാനിക്കാൻ പ്രത്യേക മന്ത്രതന്ത്ര വിധികളെല്ലാം അങ്ങ് രൂപം കൊടുക്കുകയാണ്. അങ്ങനെ അതിനകത്ത് കുറെ യോഗയെ ചേർക്കുന്നു, ധ്യാനിക്കേണ്ട രീതികൾ ആഡ് ചെയ്യുന്നു, ചക്രങ്ങൾ ആഡ് ചെയ്യുന്നു, യോഗയ്ക്കകത്തുനിന്ന് എടുത്ത് അതിനകത്ത് കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തന്ത്രയാനമാക്കി. താന്ത്രിക ബുദ്ധിസം. അങ്ങനെ ഇതെല്ലാം മഹായാനിക്കകത്ത് പിന്നെ അങ്ങോട്ട് അതിനകത്ത് മസാലകൾ ഓരോരുത്തർ അവരുടെ രീതിയിൽ ആഡ് ചെയ്ത് ഫ്ലേവറുകൾ ആഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരികയാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് എന്താണ്? ബോധിസത്വന്മാർ പ്രപഞ്ചത്തിൽ ഇരിപ്പുണ്ട്. അവരിങ്ങനെ മരിച്ചതിന് ശേഷവും അവരിങ്ങനെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. പക്ഷെ എല്ലാം ഇംപെർമനന്റ് ആണ്. പ്രപഞ്ചത്തിൽ അങ്ങനെ ഒന്നും നിലനിൽക്കുന്നില്ല. തന്നെയുമല്ല, നമ്മൾ മുമ്പേ പറഞ്ഞു മരണം എന്ന് പറയുന്ന സംഭവത്തിൽ എന്താ സംഭവിക്കുന്നത്. അങ്ങനെ ആ ഒരു സെക്ട് വലുതാവുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുഷ്യമിത്ര ശുങ്കൻ അധികാരത്തിലേറിയതോടുകൂടി ഇവർക്ക് വലിയ സ്വീകാര്യത ഉണ്ടാവുകയും ഈ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് വിഹാരങ്ങൾ പൂർണ്ണമായി പിടിച്ചെടുക്കുകയും പുതിയ പുതിയ വിഹാരങ്ങൾ പണിതു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ചിലർ നമ്മുടെ മഹായാനക്കാർ പറയുന്നുണ്ട്, നിങ്ങൾ പുഷ്യമിത്ര ശുങ്കനെ അങ്ങനെ ബുദ്ധമതത്തിന്റെ നാശകനായിട്ടൊന്നും കാണരുത്. അദ്ദേഹം എത്ര ബുദ്ധവിഹാരങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തെന്നറിയാവോ? അത് എന്തിനു വേണ്ടിയുള്ള ബുദ്ധവിഹാരങ്ങളാ? മഹായാന ബുദ്ധവിഹാരങ്ങളാണ്. ഥേരവാദ ഭിക്ഷുക്കളെ കൊന്നു കൊടുക്കുകയായിരുന്ന മനുഷ്യൻ. ഭിക്ഷുണികളെ ദേവദാസികളാക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് പശു രാഷ്ട്രീയം വരുന്നത്. മൃഗബലി ഒരു വലിയ പ്രശ്നമായിരുന്നു. ആൾക്കാർക്ക് ഇവരുടെ യജ്ഞയാഗ സംസ്കാരത്തോട് ഇഷ്ടക്കേട് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പശുക്കളെ കൊന്നൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ഉത്തരേന്ത്യക്കാരുടെ ജീവവായുവായിരുന്നു. കാരണം കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യക്കാർ. നമ്മുടെ സിവിലൈസേഷൻ എല്ലാം തന്നെ അഗ്രേറിയനാണ്, അഗ്രികൾച്ചർ ബേസ്ഡ് ആണ്. അതിനകത്ത് പശു ഒരു പ്രധാനപ്പെട്ട ഒരു 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 അസറ്റാണ്. അതിനെ മുഴുവൻ ഈ യാഗത്തിന് വേണ്ടി കൊന്നൊടുക്കുക, ബ്രാഹ്മണർ കൊന്നൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പശുവിന്റെ കൊലപാതകങ്ങളെ ഇല്ലായ്മ ചെയ്ത ബുദ്ധന്റെ കൂടെ അവർ പോയി. അപ്പൊ ആ ആൾക്കാരുടെ സപ്പോർട്ട് തിരിച്ചു പിടിക്കണം, ഇന്ത്യക്കാരുടെ പബ്ലിക് സപ്പോർട്ട് തിരിച്ചു പിടിക്കണം. അങ്ങനെയാണ് പശുവിനെ ഞങ്ങൾ കൊല്ലുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ അമ്മയായിട്ട് മാതാവായിട്ട് സ്വീകരിക്കുകയാണ്. കാരണം കൊല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധൻ പറഞ്ഞത് അനുസരിച്ചു എന്ന് മാത്രമേ വരത്തുള്ളൂ. പശുവിനെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മയായി സ്വീകരിക്കുകയാണ്, മാതാവാണ്. 33 കോടി ദേവതകൾ ഈ പറയുന്ന ബോധിസത്വന്മാരെല്ലാം ഇതിനകത്ത് ഇരിക്കുകയാണ് പശുവിന്റെ ശരീരത്തിൽ. അതുകൊണ്ട് പശു അമ്മയാണ്. ഈ ദേവതകൾ, അവതാരങ്ങൾ എന്നൊക്കെ പറയുന്നത് മുഴുവൻ ഈ ബോധിസത്വന്മാരെ പറ്റിയാണ് ഈ പറയുന്നത്. അങ്ങനെ അഥവാ ചത്ത പശുവിനെ നിങ്ങൾ കഴിക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങളായിട്ടൊരു പശുവിന്റെ മരണത്തിന് ഉത്തരവാദിയാകരുത് മാത്രമേ ബുദ്ധൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ട് ചത്ത പശുവിനെ കഴിക്കുന്നത് പോലും അത് അശുദ്ധിയായി.
കാരണം പശുവിനെ ഞങ്ങൾ കഴിക്കത്തില്ല, മാംസമേ ഞങ്ങൾ കഴിക്കത്തില്ല. പശുമാംസം കഴിക്കുന്നവരെ സാധാരണയായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യക്കാരെ, തദ്ദേശീയരെ, ബുദ്ധന്റെ ഫോളോവേഴ്സിനെ ഒക്കെ അയിത്ത ജാതിക്കാർ, അശുദ്ധി ജാതിക്കാരാക്കി മാറ്റി. വിദ്യാഭ്യാസം നിഷേധിച്ചു, ഭൂമി നിഷേധിച്ചു. ഇവരെ തിരിച്ച് അടിച്ചെങ്കിലോ എന്ന് പേടിച്ച് ആ ആൾക്കാരുടെ ആയുധം കയ്യിൽ വെക്കാനുള്ള അവകാശം നിഷേധിച്ചു. അങ്ങനെ മഹായാന വളർന്ന് പിന്നീട് പല പല പേരുകളും താന്ത്രയാനും ഒക്കെ ആയിട്ട് വരുന്ന സമയത്താണ് കുമാരില ഭട്ടൻ എന്ന് പറയുന്ന ഒരു കൊടിമൂത്ത ഒരു എന്താ പറയുക, ഒരു ബ്രാഹ്മണവാദി. അയാൾക്ക് പഴയ മീമാംസകനാണ്. മീമാംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങളുടെ പ്രാമാണികതയാണ് പറയുന്നത്. അങ്ങനെ വേദങ്ങളുടെ പ്രാമാണികത പറയുന്ന കുമാരില ഭട്ടന് ഈ മഹായാന പോലും അത്ര സ്വീകാര്യമാവുന്നില്ല. അയാൾക്ക് തിരിച്ച് വേദങ്ങളുടെ പ്രാമാണികത തന്നെ തിരിച്ചു കൊണ്ടുവരണം. അയാൾ ഇവരുമായിട്ട്, ഈ പറയുന്ന മഹായാന ഭിക്ഷുക്കളുമായിട്ട്, മഹായാന മഹായാന ബുദ്ധിസ്റ്റുകളുമായിട്ട് നിരന്തരം അയാൾ കുറെ ഡിബേറ്റിൽ ഏർപ്പെടുകയും അവർ കുറെ പേരെയൊക്കെ അയാൾ തോപ്പിച്ചെന്ന് പറയുന്നു. ഇതെങ്ങനെയാണ് ഈ തോപ്പിച്ചു എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. എന്തായാലും രണ്ടു കൂട്ടരും ധമ്മമല്ല പറയുന്നെന്നുള്ള സത്യം. അങ്ങനെ അയാൾക്ക് പക്ഷെ അത് പൂർണ്ണമായിട്ട് ഈ മഹായാനയെ മാറ്റി തിരിച്ച് വേദങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ അയാൾക്ക് സാധിച്ചില്ല. അതിൽ അയാൾ സ്വയം സൂയിസൈഡ് ചെയ്യാൻ അയാൾ തീരുമാനിച്ചു. സ്വയം ഉമിത്തിയിൽ അയാളെ സ്വയം എരിയിച്ച്, അത്രയ്ക്ക് ദേഷ്യമായിരുന്നു അയാൾക്ക്. അങ്ങനെ അയാള് ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശങ്കരാചാര്യർ കേരളത്തിൽ നിന്ന് അയാളെ കാണാൻ പോകുന്നത്. അങ്ങനെ കുമാരില ഭട്ടരിൽ നിന്ന് ശങ്കരാചാര്യർ ആ ദൗത്യം ഏർപ്പെടും തിരിച്ചെടുക്കുന്നു. ഞാൻ ബാക്കി ഇത് കണ്ടിന്യൂ ചെയ്തോളാം. അങ്ങനെ ഈ മഹായാനയ്ക്ക് അകത്തോട്ട് വേദങ്ങളെ മിക്സ് ചെയ്ത് കണക്ട് ചെയ്ത് ആദ്യത്തെ ആ ഒരു ട്രഡീഷനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മുഴുവൻ പിന്നീട് നടത്തുന്നത് ശങ്കരാചാര്യരാണ്. അങ്ങനെ മഹായാനയെ വേദങ്ങളെ ആയിട്ട് കണക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നതും മഹായാന ബുദ്ധിസ്റ്റുകളെയാണ് ഈ ശങ്കരാചാര്യർ പോയിട്ട് കുമാരില ഭട്ടൻ ചെയ്യാൻ ബാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ ചെയ്ത് അയാള് ശങ്കര ദിഗ്വിജയം എല്ലാവരും ഡിബേറ്റ് ചെയ്ത് തോപ്പിച്ചെന്ന് പറയുന്നു. ഹൂളിഗനിസം ആയിരുന്നു എന്നുള്ളതാണ്, ഗുണ്ടായിസം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്തായാലും രണ്ടുപേരും പറയുന്നത് ധമ്മമല്ല. അല്ലാതെ യഥാർത്ഥത്തിലുള്ള ബുദ്ധന്റെ ധമ്മക്കാരെ അല്ലെങ്കിൽ ഭിക്ഷുക്കളെ ഒന്നും അല്ല ഇവരാരും ഡിബേറ്റ് ചെയ്ത് തോൽപ്പിച്ചത്. കാരണം അതിനകത്ത് ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല. ബുദ്ധൻ പറയണത് നമ്മൾ പറഞ്ഞ പോലെ നാച്ചുറൽ ലോസ് ആണ്, സയന്റിഫിക് ലോസ് ആണ്. വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ റിയാലിറ്റി ഇൻ നേച്ചർ ആണ്. അതിനെ എങ്ങനെയാണ് വാദിച്ചു തോൽപ്പിക്കുന്നത്? ഇപ്പം ഐസക് ന്യൂട്ടൻ പറയാണ് ഇതിന്റെ ഇവിടെ ഭൂഗുരുത്വാകർഷണം കൊണ്ടാണ് സാധനങ്ങൾ താഴെ വീഴുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും. അത് യാഥാർത്ഥ്യമാണ്. തീയെ തൊട്ട കൈ കൊള്ളുന്നത് ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും, യാഥാർത്ഥ്യമാണ്. തമ്മയെ അതുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷെ മഹായാനെ തോൽപ്പിക്കാം, കാരണം മഹായാന സങ്കല്പങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും ഹിന്ദുമതം ബുദ്ധമതത്തെ ഡിബേറ്റ് ചെയ്ത് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ ചെവിക്കത്തെടുത്ത് ഇങ്ങോട്ടൊക്കെ വിട്ടേക്കണം. അത് യാതൊരു പ്രസക്തിയില്ല. ധമ്മത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മഹായാനയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, മഹായാന ധമ്മമല്ല. ഈ ബുദ്ധിസം എന്നുള്ളൊരു കോമൺ വാക്ക് പറയുമ്പോഴുള്ള ഡേഞ്ചേഴ്സ് ഇതൊക്കെയാണ്. ബുദ്ധിസം എന്നുള്ള പേരിൽ ആര് എന്ത് തുടങ്ങിയാലും ഇതെല്ലാം പിന്നെ ബുദ്ധന്റെ അക്കൗണ്ടിലാണ് വരുന്നത്. ബുദ്ധൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാണ്. ഒരു ബുദ്ധന്റെ ഫോട്ടോയും വെച്ചു, ഒരു പ്രതിമയും വെച്ചു, അത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ബുദ്ധിസമാണെന്നാണ് പറയുന്നത്. ധമ്മയ്ക്കകത്ത് ബുദ്ധൻ വേണ്ട, അഷ്ടാംഗമാർഗം മതി ജീവിക്കാൻ. ബുദ്ധൻ നമ്മുടെ ഒരു ഗ്രേറ്റ് ടീച്ചറായിരുന്നു, അഷ്ടാംഗമാർഗം പഠിപ്പിച്ചിരുന്ന ടീച്ചർ ആയതുകൊണ്ട് അദ്ദേഹത്തുള്ള റെവറൻസ്, റെസ്പെക്ട് മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അദ്ദേഹം നമുക്കത് പറഞ്ഞു തന്നല്ലോ. അല്ലാതെ അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ട് നമുക്കൊന്നും നമ്മുടെ ഉള്ളിലെ നമ്മുടെ സംഘാരകളെ, നമ്മുടെ മെന്റൽ ഹാബിറ്റ്സിനെ മാറ്റാൻ പറ്റില്ല. അത് നമ്മൾ എഫേർട്ട് എടുക്കണം, നമ്മൾ ട്രൈ ചെയ്യണം, നമ്മൾ അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ഉള്ളിലെ ഇഷ്ടത്തിൻ്റെ അനിഷ്ടത്തിന്റെയും ആ മെന്റൽ ഹാബിറ്റ്സുകൾ മാറ്റണം. അപ്പൊ അങ്ങനെ ശങ്കരാചാര്യരാണ് പിന്നീട് അതിന് വേണ്ടുന്ന ഒത്തിരിയേറെ പാരാമീറ്റേഴ്സ് കൊണ്ടുവന്ന് ഈ പറയുന്ന
താന്ത്രിക ബുദ്ധിസം അല്ലെങ്കിൽ മഹായാന ബുദ്ധിസത്തിനെ പിന്നെ ഈ പ്രതിഷ്ഠാകർമ്മം, പുനഃപ്രതിഷ്ഠ, പ്രാണപ്രതിഷ്ഠ തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി അത് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ശക്തികളെ, ഈ എന്താ പറയുക, പ്രപഞ്ചത്തിലുള്ള ഈ അഭൗമ ശക്തികളെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം, ഞങ്ങൾക്ക് നിയന്ത്രിക്കാം, ഞങ്ങൾ ഭൂമിയിലെ ദേവതകളാണ്, മറ്റവര് ജനിച്ച് അവിടെ പോയി കിടന്ന് കറങ്ങുന്ന ദേവതകൾ, ഞങ്ങൾ ഭൂമി നിൽക്കുന്ന ദേവതകൾ. അങ്ങനെയാണ് ബ്രാഹ്മണൻ ഭൂദേവതകളാവും. അങ്ങനെ ഭൂദേവതകൾക്ക് അവരെ പിടിക്കാം, അവരെ വലിക്കാം, അവരെ കല്ലെത്തറയ്ക്കാം, അവരെ ആൽമരത്തിൽ അടിച്ച് അല്ലെങ്കിൽ അല്ല പാലയിൽ അടിക്കാം, അവരെ ആൽമരത്തിൽ ആണി വെച്ചടിച്ച് കയറ്റാം, പുറത്തിറക്കാം, പിന്നെ അവർക്ക് ഏത് മൂഡാണെന്നുള്ളത് പ്രശ്നം വെച്ച് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാം എന്ന് തുടങ്ങിയുള്ള മൊത്തം ഇല്യൂഷൻ, മൊത്തം ഫേക്ക് ഫിക്ഷൻസ് ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രപഞ്ചം തന്നെ ഇവർ ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ടും തീർന്നില്ല. ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധനോട് ആരോ ചോദിച്ചപ്പോൾ ചോദ്യത്തിനാണ്, അതായത് ബുദ്ധൻ പറഞ്ഞു, ഒരു പ്രപഞ്ച നിയമമുണ്ട്, ദ്വേഷം കൊണ്ട് ദ്വേഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതായത് ദ്വേഷം എന്ന് പറയുന്നത് ഒരാളെ ആംഗ്രി ആക്കുകയാണ്. അത് നമ്മുടെ ശരീരത്ത് അതിൻ്റെ ഒരു അൺപ്ലസന്റ് സെൻസേഷൻ ഉണ്ടാക്കുന്നത്. അതൊരിക്കലും അതിനുള്ള റിയാക്ഷൻ ഒരിക്കലും സുഖകരമായ റിയാക്ഷൻ കിട്ടില്ല. അപ്പൊ നമ്മൾ ഒരാളുടെ ആംഗ്രി ആവുകയാണെങ്കിൽ അയാളുടെ ശരീരത്ത് അൺപ്ലസന്റ് ആയിട്ടൊരു സെൻസേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക് അയാളിൽ നിന്ന് വരുന്ന റെസ്പോൺസ് നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നതായിരിക്കും. അല്ലാതെ ആരും ചിരിച്ചു തരത്തില്ലല്ലോ. ദ്വേഷം കൊണ്ട് ദ്വേഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഈ നിയമം സനന്ദനമാണ്, ഇത് ധമ്മമാണ്, ഇത് ട്രൂ നേച്ചറാണ്, ഇത് പ്രപഞ്ച നിയമമാണ്. ഏ സധമ്മോ സനന്ദനോ എന്ന് അദ്ദേഹം ആ കൂടെ പറയുന്നുണ്ട്. ഇതൊരു പ്രപഞ്ച നിയമമാണ്, ഏ സധമ്മോ സനന്ദനോ. അതുകൊണ്ട് തന്നെ ഇതിന് സത്യധമ്മം അല്ലെങ്കിൽ സനന്ദന ധമ്മം എന്നും പറയാറുണ്ടായിരുന്നു ബുദ്ധൻ. നമ്മളോട് പഠിപ്പിച്ച ധമ്മത്തിന് ബുദ്ധൻ പറഞ്ഞിരിക്കുന്ന സത്യധമ്മം അല്ലെങ്കിൽ സനന്ദന ധമ്മം. സത്യധമ്മം പറഞ്ഞാൽ സത്തിനെ പരാമർശിക്കുന്നത്, സത്തിനെ പറ്റിയുള്ള സത്യം. സത്ത് പോയി എന്ന് പറഞ്ഞാൽ എന്താ? സത്ത് പോയി, നമ്മുടെ മൈൻഡ് പോയി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോയി. സത്ത്, സത്യം, സത്യധമ്മം, സനന്ദനധമ്മം. അതായത് ഈ വേൾഡ്, പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം, പ്രപഞ്ചം എന്ന് തുടങ്ങിയാലും എന്ന് അവസാനിച്ചാലും എന്ന് വരെയാണല്ലോ അനന്തകാലത്തേക്കുള്ള നിയമങ്ങളാണ് ഈ പ്രപഞ്ച നിയമങ്ങളെ നമ്മൾ ആദ്യം പറഞ്ഞ കുറെ നാച്ചുറൽ ലോസ്. ഇതാണ് ധർമ്മം. ഇതിനെ ഇവരെന്ത് ചെയ്തു? സനാതന ധർമ്മം ആ പേരെടുത്തു. മഹായാനക്കാരി സംഭവം, കാരണം ഒറിജിനൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ ഹീനയാക്കി, അവരെ ഇല്ലാതാക്കി, അവരെ ഇവിടുന്ന് ഓടിച്ചു, ഇല്ലാണ്ടാക്കി. അവർ വെച്ചിരുന്ന എല്ലാ സിംബലുകളെ ഇവരെടുത്തു, പേരുകളെ ഇവരെടുത്തു. എന്നിട്ട് ആ ജനങ്ങളോട് പറഞ്ഞു, ഇതാണ് ബുദ്ധന്റെ പരമ്പര, ഇന്ത്യയുടെ സംസ്കാരം ഇതാണ്, നിങ്ങൾ ഇതങ്ങ് അടുത്താ മതി, ഇതാണ് നമ്മുടെ സംസ്കാരം, ഇതാണ് നമ്മുടെ പാരമ്പര്യം. ഒറിജിനലെ കളഞ്ഞു. അരിയ എന്ന് പറയുന്നത് നമ്മുടെ അരിയ അഷ്ടാംഗിക മാർഗ, നമ്മൾ അങ്ങനെ പറയുന്നത്. അരിയ എന്ന് പറയാൻ ശ്രേഷ്ഠം, നോബിൾ. അരിയ ധമ്മ, അരിയ സച്ച, ആര്യ സത്യങ്ങൾ നമ്മൾ പറയുന്നത്. അരിയ സച്ച, അതായത് ദുഃഖത്തിന്റെ കാരണം, അതിന്റെ പരിഹാരം, അതിനുള്ള മാർഗം, അതാണ് അഷ്ടാംഗ മാർഗം. അത് നമ്മൾ പറഞ്ഞു, അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒരു കാരണം ഉണ്ടാവും, ആ കാരണം പരിഹരിക്കാൻ പറ്റുന്നതാണോ നോക്കുന്നു. യെസ്, അത് പരിഹരിക്കാം, അതിനൊരു മെത്തേഡ് ഉണ്ട്. അങ്ങനെ അരിയ എന്നുള്ള വാക്ക് നമ്മളുടെ അന്നത്തെ ഭിക്ഷുക്കളെ, നമ്മൾ ഈ വരുന്ന ഭിക്ഷുക്കൾക്ക് പഠിപ്പിച്ചു തരുന്ന നമ്മുടെ ടീച്ചേഴ്സിന് നമ്മൾ കൊടുത്തിരുന്ന പേരായിരുന്നു നോബിൾ, ശ്രേഷ്ഠരായിരുന്നു. ആ പേര് അവരിൽ നിന്ന് മാറ്റി ഇവരെടുത്തു, ഇവർ മുഴുവൻ ആര്യന്മാരെ. അതുപോലെ തന്നെ കാഷായ വസ്ത്രം അതും എടുത്തു, തലമുണ്ടനം ചെയ്യുന്ന പരിപാടി അതും എടുത്തു. ഇപ്പം നമ്മുടെ യോഗി ആദിത്യനാഥൊക്കെ തലമുണ്ടനം ചെയ്ത ഭിക്ഷുവാണ്. വിദേശത്ത് നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർ കൊടുക്കുന്നത് എന്താണ്? ബുദ്ധന്റെ വിഗ്രഹമാണ് കൊടുക്കുന്നത്. വിഹാരങ്ങളെല്ലാം പിടിച്ച് സ്വന്തമാക്കി. അതാണ് ശൈവത്തിക്കൂടെ, അതായത് അവലോകിതേശ്വരന്റെ പേര് പറഞ്ഞാണ്, ശിവന്റെ പേര് പറഞ്ഞാണ് ഈ പറയുന്ന വിഹാരങ്ങളെല്ലാം പിടിച്ചെടുത്തത്. പ്രധാനപ്പെട്ട ശങ്കരപീഠങ്ങളും അങ്ങനെയാണ് അത് ബുദ്ധവിഹാരങ്ങൾ ശങ്കരപീഠങ്ങളാക്കിയത്.
ശൃംഗേരി, ബദ്രിനാഥ്, കേദാർനാഥ്, കാശി, പുരി, പിന്നെ ഇപ്പൊ കാഞ്ചി, എല്ലാം പ്രമാദമായ ആലും കുളവും ആൽത്തറയും കുളവും ഒക്കെ ഉള്ള ഏത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ നോക്കി അതെല്ലാം ഒരു കാലത്തെ ബൗദ്ധ വിഹാരങ്ങളായിരുന്നു, ധമ്മവിഹാരങ്ങളായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ശൈവത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ മഹായാനയുടെ ശൈവ സെക്റ്റിൽ കൂടിയാണ്, ശൈവ സങ്കല്പത്തിൽ കൂടിയാണ് ഈ പറയുന്ന ബൗദ്ധ എസ്റ്റാബ്ലിഷ്മെന്റ്സുകളെല്ലാം അവർ പിടിച്ചെടുത്തത്. അങ്ങനെയാണ് പിന്നീട് ഇവര് ഇന്ത്യയിൽ അങ്ങനെ ജീവിച്ചു വന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ വരുന്ന സമയത്താണ് ഹിന്ദുവിസം എന്നുള്ള പേര് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കാണുന്ന ഈ ബ്രാഹ്മണ മതം വേർഷൻ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മഹായാന. അതുകൊണ്ട് മഹായാന സ്കൂൾ ഓഫ് ബുദ്ധിസം അങ്ങനെ ഒരു നിഷ്കളങ്കമായ ബുദ്ധിസമാണ് നിങ്ങൾ തള്ളിക്കളയരുത്. അത് നമ്മുടെ ഇന്നത്തെ ഈ ഹിന്ദുമതം തന്നെ, ഇന്ന് ഹിന്ദുമതം എന്ന് വിളിക്കുന്ന സാധനം തന്നെയാണ്. അപ്പോ എങ്ങനെയാണ് ഇതിനെ ആശയപരമായി മാറ്റിമറിച്ചതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു. ഇത് വളരെ കാലമെടുത്ത് നമുക്ക് ദിവസങ്ങളോളം പറയാനുള്ള ടോപ്പിക്കുണ്ട് ഇതിൻ്റെ അകത്ത്. പ്രധാനമായിട്ടും മരണാനന്തര ബോധിസത്വന്മാരുടെ കൺസെപ്റ്റ്, അതിന് വേണ്ടുന്ന പ്രതിസന്ധി ചിത്തം, പ്രതിസന്ധി വിജ്ഞാനം, മരിക്കണ സമയത്തെ ആ മൊമെന്റിലെ ആ ബോധം, അത് വെച്ചിട്ട് അടുത്തൊരു ജന്മമുണ്ടെന്നുള്ള തെറ്റായ ധമ്മവിരുദ്ധമായ അൺനാച്ചുറലായ അൺസയന്റിഫിക് ആയ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ത്രികായ സിദ്ധാന്തം, 3 തരം കായമുണ്ട്, അല്ലെങ്കിൽ 3 തരം എക്സിസ്റ്റൻസ് ഉണ്ട്, ആ സിദ്ധാന്തം. അതുപോലെ അതിനുശേഷം 31 തരം എക്സിസ്റ്റൻസ്, പ്ലെയിൻസ് ഓഫ് എക്സിസ്റ്റൻസ് ഉണ്ട്, 31 തരം ലോകങ്ങളുണ്ട്, മരണാനന്തര ലോകങ്ങളുണ്ട്. അതിന്റെയൊക്കെ കൺസെപ്റ്റിൽ ഈ കൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ 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 ഇങ്ങോട്ട് വന്ന് ദൈവത്തെ കളയാനും, പിന്നെ പ്രതിഷ്ഠ കളയാനും, പുതിയ പ്രതിഷ്ഠ വെക്കാനും, ദൈവത്തെ ഇഷ്ടമുള്ള രീതിയിൽ ദേവതകളെ ആവാഹിക്കാനും കുടിയിരുത്താനും ഒക്കെ ഉള്ള സംഭവങ്ങളെല്ലാം ഇവരുടെ കയ്യിൽ ഉണ്ടെന്നങ്ങ് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ഇങ്ങനെ കൈകൂപ്പി നിന്ന് കാശ് കൊണ്ടിടാനായിട്ട് ആൾക്കാർ. അപ്പോ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ ഒരു ഗ്ലാസ് പാലുണ്ട്, അതിനെ നമ്മൾ പാലെന്ന് വിളിക്കും. പക്ഷെ അതിനകത്ത് കാപ്പിപ്പൊടി കലർത്തി അതിനെ വേറെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ പാലെന്ന് വിളിക്കാൻ പറ്റത്തില്ല, അത് പിന്നീട് കാപ്പിയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇന്നത്തെ ബ്രാഹ്മണ മതം, ഇപ്പൊ നമ്മൾ കാണുന്ന ഹിന്ദു മതം. ആശയപരമായി ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ ഒരു സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്ത് ആ രീതിയിൽ സ്വന്തമാക്കിയതാണ്. അതിനകത്ത് ഒരു വലിയ അളവില് തദ്ദേശീയ ജനങ്ങൾ ഈ മഹായാനയിൽ പോയിട്ടുണ്ട്. അത് കൂടുതലും ശൈവഭക്തരായി മാറുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം, OBC വിഭാഗങ്ങൾ കൂടുതലായിട്ടും ശിവഭക്തരാണ് ഉത്തരേന്ത്യയിലൊക്കെ. അവരൊക്കെ തന്നെയാണ് കൂടുതൽ ഈ പശു ആരാധകരും. അപ്പോ അങ്ങനെ അതിനകത്ത് പെട്ടുപോയവരാണ് അവർ. അപ്പൊ ഈ ചരിത്രം ആശയപരമായി ഇതിനെ എങ്ങനെയാണ് നശിപ്പിച്ചതെന്നുള്ള ചരിത്രം പല രീതിയിൽ അത് എങ്ങൊന്നും ഒറ്റയടിക്ക് കിട്ടാത്തൊരു ചരിത്രമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ അഷ്ടാംഗമാർഗത്തിന്റെ ഓർഡർ എങ്ങനെയാണ് മാറ്റിയതെന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടുകൂടി ഒരു കാര്യവും കൂടി ഇതിനകത്ത് പറയാനുണ്ട്. ഇപ്പോ ത്രിപിടകത്തിനകത്ത് അഷ്ടാംഗമാർഗത്തിന്റെ ഓർഡർ പോലും തെറ്റിച്ചാണ് കിടക്കുന്നത്. മഹായാന ഓർഡറാ പറയുന്നത്. കാരണം കുറെ കാലം ഇത് ആരുടെ കയ്യിലായിരുന്നു എന്ന് അറിയാമല്ലോ ഇതെല്ലാം. അതായത് ബുദ്ധൻ ബോധഗയയിൽ നിന്ന് തിരിച്ച് സാരനാഥിലെത്തി, ഇസിപട്ടണത്തിലെത്തി. അവിടെ പഴയ കൂട്ടുകാരായിരുന്ന പഞ്ചമകീയ ഭിക്ഷുക്കളെ കാണുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ധമ്മചക്ര പ്രവർത്തന സൂക്തമുണ്ട്. ആ ധമ്മചക്ര പ്രവർത്തന സൂക്തത്തിനകത്താണ് ഈ പറയുന്ന അഷ്ടാംഗകാരത്തിന്റെ ഓർഡർ പറഞ്ഞു കൊടുക്കണം. അവിടെ തന്നെ അവരെ തിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതൊന്നും നിഷ്കളങ്കമല്ല. അവിടെ സമ്മതിർത്തിയിലാണ് തുടങ്ങുന്നത്. അത് തേരാവാദ ഭിക്ഷുക്കൾ പോലും ഇനി അത് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ തിരുത്തണം. ആ ത്രിപിടകത്തിനകത്ത് അങ്ങനെ പറയുന്നത് കൊണ്ട് ബാബാ സാഹിബിന് പോലും ഉദ്ധാൻ തമ്മയ്ക്കകത്ത് അങ്ങനെ എഴുതി വെക്കേണ്ടി വന്നിട്ടുണ്ട്.
പക്ഷെ അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് അത് മനസ്സിലാവും, അതുപോലെ അല്ല കാര്യങ്ങൾ നടക്കണമെന്ന്. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത്, ആരെവിടേക്ക് എന്തൊക്കെ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും അതിനേക്കാളും പ്രധാനപ്പെട്ടത് അനുഭവമാണ് ഗുരു. സ്വന്തം ശരീരത്തിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അപ്പൊ മനസ്സിലാവും സമ്മതിഥി ഏറ്റവും ഒടുവിലാണ് നമുക്ക് കിട്ടുന്നത്, നമ്മളെ പറ്റിയുള്ള തിരിച്ചറിവ്. അതിനുശേഷം ആ തിരിച്ചറിവ് നമ്മുടെ യഥാർത്ഥ ട്രൂ നേച്ചർ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മെന്റൽ ഹാബിറ്റ്സിനെ മാറ്റി മനസ്സിനെ ക്ലീൻ ചെയ്യുക. അതിനുവേണ്ടി ഒരു ഡിറ്റർമിനേഷൻ എടുക്കുക, സമ്മസങ്കല്പം എടുക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്ത് സമ്മാസമ്പുദ്ധനാവുക, ഫുള്ളി പ്രസന്റ് ആവുക, ഒരു ചിന്തയിലേക്കും പോകാത്ത ഫുൾ ടൈം പ്രസന്റിൽ മാത്രം നിൽക്കുന്ന ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക, ഫുള്ളി കോൺഷ്യസ് ആവുക, സമ്മാസമ്പുദ്ധനാവുക. അങ്ങനെയാണ് ബുദ്ധൻ പോലും ബോധോദയത്തിന് ശേഷം 7 ദിവസവും കൂടെ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ അദ്ദേഹം പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോ ബുക്കുകൾക്ക് അത് എന്ത് എഴുതിയേക്കുന്ന ആളും പ്രധാനം. കാരണം ബുദ്ധൻ ഒരു ബുക്ക് നോക്കിയിട്ടല്ല പഠിച്ചത്. തന്നെയുമല്ല കലാമസൂത്രൻ അദ്ദേഹം പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് നമ്മുടെ പഠന സാമഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ മനസ്സാണ്. ഈ ശരീരത്തിലും മനസ്സിലും നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് ബുക്ക് നോക്കിയാൽ പഠിക്കാൻ പറ്റത്തില്ല. ഫീലിങ്സിനെതിരായിട്ട് നിങ്ങളുടെ മനസ്സ് കാണിക്കുന്ന പ്രതികരണം, നിങ്ങളുടെ മെന്റൽ ഹാബിറ്റുകൾ, ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന മൈൻഡിന്റെ ഹാബിറ്റ് ബുക്ക് നോക്കിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ ശരീരം നോക്കി തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബുക്കിനകത്ത് ഇങ്ങനെയാണല്ലോ അഷ്ടാംഗമാർഗത്തിന്റെ ഓർഡർ എന്ന് പറഞ്ഞ് തർക്കിച്ചിട്ട് കാര്യമില്ല. അത് ആരെഴുതിയാലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ അഷ്ടാംഗമാർഗ പഠനം ഓരോരുത്തരും ചെയ്യുക. ആശയപരമായി ഇതിനെ ഏതൊക്കെ രീതിയിലാണ് ഡിസ്റ്റോർട്ട് ചെയ്യുന്നുള്ളതിന് വിശദമായ പഠനങ്ങൾക്ക് നിങ്ങളുടെ സമയവും ഊർജവും ചെലവാക്കിയാൽ വളരെ വലിയ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ കിട്ടും. എന്തെങ്കിലും സഹായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഡ്സോ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. എന്നാലാവുന്ന സഹായങ്ങൾ ഞാനും ചെയ്യാം. അതുപോലെ ഈ ഇന്നത്തെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ഹിന്ദുമതം ഇത് മഹായാന പരിണമിച്ച് ആയി മാറിയതാണ്. അതിലേക്ക് ശങ്കരാചാര്യ സമയത്ത് പിന്നെ അതിനകത്ത് വർണ്ണവും വേദങ്ങളെ കൂടി ഉൾപ്പെടുത്തി വർണ്ണവും ജാതി എല്ലാം കൂടെ കൊണ്ടുവന്ന് പിന്നീട് മനുസ്മൃതി എല്ലാം കൂടെ കൊണ്ടുവന്ന് അതിന് ഈ രീതിയിലേക്ക് ആക്കിയെടുത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയാണ് ധമ്മത്തെ ആശയപരമായി ഇല്ലാതാക്കിയത്. പിന്നെ ഇതിന്റെ വിഹാരങ്ങളൊക്കെ തല്ലിപ്പൊടിച്ച് കളഞ്ഞതും നളന്ദയ്ക്ക് തീ വെച്ചതും അവിടുത്തെ പുസ്തകം കത്തിച്ചതും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ഫിസിക്കലായിട്ടുള്ള ഡിസ്ട്രക്ഷനാണ്. പക്ഷെ ആശയപരമായിട്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത്, പക്ഷെ ഇതിനെ തർക്കിച്ച് തോപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും കുറവ് കൊണ്ടോ അല്ല ധമ്മത്തെ ഇവിടുന്ന് ഇല്ലാതാക്കിയത്. എന്താ പറയുക, ഇതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുകയും ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരെ ഇവിടുന്ന് ഓടിക്കുകയും ചെയ്തിട്ടാണ്. അല്ലാതെ ബുദ്ധമതമോ അല്ലെങ്കിൽ ധമ്മം ഒരിക്കലും ഒരു റിലീജിയനും ഇൻഫീരിയർ അല്ല. ധമ്മമാണ് എപ്പോഴും സുപ്പീരിയർ. കാരണം അത് പ്രകൃതിയുടെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിനെ ആർക്കും ഡിബേറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല. സത്യം ഏവ ജയത്തെ.